ഹായ്, ഞാൻ എലിസബത്താണ്. ഞാൻ ആക്ച്വലി ഈ വീഡിയോ വോയിസ് ആയിട്ട് തന്നെ ചെയ്യുന്ന വിചാരിച്ചു. കാരണം കുറേ കൺഫ്യൂഷനുകൾ എനിക്ക് ഈ കസ്തൂരിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രൊഫൈലായിട്ട് തോന്നി. കാരണം രണ്ട് പ്രൊഫൈൽ കണ്ട് ഒന്ന് ജോയിൻ 4 months ago, അടുത്ത സ്ക്രീൻഷോട്ട് ഇടാം. അതിൽ ജോയിൻറ്റ് 9 years ago എന്ന് പറഞ്ഞിട്ടാണ് രണ്ട് കസ്തൂരിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫേക്കാണോ ഒറിജിനലാണെന്ന് അറിയില്ല. അവരുടെ അക്കൗണ്ട് കണ്ടത് ഒരേ ചാനലിൽ ഒരേ വീഡിയോയുടെ ഇടയിൽ അവർ ഒരാളിനെ സപ്പോർട്ട് ചെയ്തിട്ടും രണ്ട് പെണ്ണുങ്ങളെ അതുപോലെ ഒരു കുട്ടീനെ മോശമായിട്ട് സംസാരിച്ചിട്ട് കുറേ കമന്റുകളുണ്ട്. അതുപോലെ തന്നെ മുമ്പ് സ്ക്രീൻഷോട്ട് എടുത്ത കമന്റ് പുള്ളിക്കാരി ഡിലീറ്റ് ചെയ്തോ അതോ ഹൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മോഡിഫിക്കേഷൻ ആയിട്ട് വേറെ കമന്റ് പുള്ളിക്കാരി അതിനെ പകരത്തിട്ടുണ്ട്. അതൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ അവർ പറഞ്ഞത് ലീഗലി മാരീഡ് അല്ലെന്നാണ് പറഞ്ഞത്. ഓക്കെ, അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഴയ കുറച്ച് റൈറ്റിംഗ് സൈറ്റ് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ വീണ്ടും പറയുന്നില്ല. അതുപോലെ തന്നെ പല യൂട്യൂബ് വീഡിയോകളും വന്നിട്ടുണ്ട്. അതിന്റെ വീഡിയോകളും അതുപോലെ തന്നെ റിസപ്ഷൻ നടത്തിയ വീഡിയോകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് മെയിനായിട്ട് തോന്നിയത് കേരള ഇസ് ദ വേഴ്സ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഫോർ സെക്ഷൽ അഫയേഴ്സ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ കേരളത്തിന് തന്നെ കുറ്റം പറഞ്ഞിട്ടാണ് അവർ തുടങ്ങുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇവിടെ എന്ന് പറഞ്ഞാൽ ആരും എന്തോ കമന്റ് ഉണ്ട്. അതിന്റെ റിപ്ലൈ ആണ് ഐ ഹാവ് പോലീസ് റൈറ്റ് നെക്സ്റ്റ് ടു മീ നോട്ട് ബിഹൈൻഡ്. സെറ്റ് കറക്റ്റാണ്. ഇത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. പോലീസ് മാത്രമല്ല ഗുണവും കൂടിയില്ല. എന്നിട്ട് നിങ്ങൾ പിന്നെ ഈവൻ ലോയർ കൂടി കൂടിയില്ല. എന്നിട്ടാണ് നിങ്ങൾ പറയുന്നത് ആക്ച്വലി നിങ്ങളുടെ കേരളത്തോടുള്ള ദേഷ്യവും അതുപോലെ തന്നെ ഇംഗ്ലീഷും തമിഴും അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്കി സംസ്ഥാനത്തിൽ നിങ്ങൾ ആരെനിക്ക് മനസ്സിലായി. എന്റെ ലൈഫിൽ ഇനിയും എന്റെ വീട്ടുകാരും ബുദ്ധിമുട്ടിച്ച ഒരു 50% പങ്ക് നിങ്ങൾക്കുണ്ട്. അപ്പോൾ ആരും മനസ്സിലായി. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലീസ് റൈറ്റ് നെക്സ്റ്റ് ടു മീ എന്ന് പറഞ്ഞതും എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ വിളിച്ചാണ് നിങ്ങൾ അങ്ങനെ തന്നെയാണ് ഈ കമന്റ് ഉണ്ടെന്ന് മനസ്സിലായി. എല്ലാവരും അറിവോട് കൂടിയാണ് ഇരുന്നത് എന്ന് അറിയാം. ഓക്കെ, അപ്പോൾ അത് കൂടുതൽ എക്സ്പ്ലനേഷൻ തന്നെ. ഓക്കെ, ബാക്കിയുള്ള മനസ്സിലാവാതെ പേടിപ്പിക്കാൻ അതൊക്കെ പറയുന്നത്. ഓക്കെ, രണ്ട് ഓക്കെ. പിന്നെ അടുത്ത ബോംബ് പൊട്ടിച്ചിട്ടുണ്ട്. ഞാൻ ബാക്കി കാര്യങ്ങളൊന്നും ഇടപെടില്ല. ഇതിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു. എലിസബത്ത് ഫെൽ ഇൻ ലവ് വിത്ത് ഹിം വെൻ ഹി വാസ് അറ്റ് ഹോസ്പിറ്റൽ. ഞാൻ ഹോസ്പിറ്റലിൽ എനിക്ക് ആക്ച്വലി ഇങ്ങനത്തെ അസുഖം ഉണ്ടെന്ന് എന്നോട് പറഞ്ഞില്ല. ആക്ച്വലി മറച്ചു വെച്ചിട്ടാണ് ഇന്നെ കല്യാണം കഴിച്ചത്. എൻ്റെ ലൈഫിൽ നടന്ന എല്ലാ LKG തൊട്ടിട്ട് 8 ദിവസം മുമ്പ് എന്ന കാര്യം വരെ പറഞ്ഞിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. പക്ഷേ ഇതിൽ പറയുന്നു ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ലവ് ചെയ്തത്. ഞാൻ ആ സമയത്ത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ട് പോലില്ല. ഞാൻ MBBS കഴിഞ്ഞിട്ട് ഞാൻ എൻട്രൻസ് കോച്ചിങ് പഠിക്കായിരുന്നു. ഞാൻ എവിടെയും വർക്കിങ്ങിന് കയറിയില്ല. അപ്പോൾ ഞാൻ ഈ ഹോസ്പിറ്റലിൽ വന്നത് അത് വലിയ ക്വസ്റ്റനാണ്. ഞാൻ ആക്ച്വലി FB കണ്ടു പറഞ്ഞിട്ടാണ് പണ്ട് കുറേ FB കണ്ട ആളിനെ പ്രേമിച്ചു എന്നൊക്കെ പറഞ്ഞാൽ കുറേ കറി വെച്ചായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഓക്കെ, ഈ വീഡിയോയിലും ഈ സ്ക്രീൻഷോട്ടിലും നമ്മുടെ കാര്യത്തിലേക്ക് തന്നെ വരുന്നു. എലിസബത്ത് പുട്ടിംഗ് വീഡിയോ വിത്ത് ന്യൂ ബോയ് ഫ്രണ്ട് പബ്ലിക്കലി. ഞാൻ അറിഞ്ഞിരുന്നില്ല ആരാണതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. ഞാനിവിടെ ഒറ്റയ്ക്കായിട്ട് ഭയങ്കര ഡിപ്രഷനാണ്. എനിക്ക് ആക്ച്വലി തമാശകളൊക്കെ കണ്ടിട്ട് തോന്നുന്നത്. പക്ഷേ എന്തായാലും പറയണമായിരുന്നു. ഞാൻ ആക്ച്വലി അങ്ങനെ വന്ന് വരുമ്പോൾ എൻ്റെ കൊലീനോടും പറഞ്ഞിരുന്നു എന്നിട്ട് ഫോട്ടോ ഇടുന്നു. കാരണം ആൾക്കാരൊക്കെ നമ്മൾ കല്യാണം കഴിച്ചു അതുപോലെ തന്നെ എന്താണ് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് വരുന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരോടും അങ്ങനെ പറയാറ്. അതുപോലെ തന്നെ ഞാൻ കാരണം ആരൊക്കെ മരിക്കുന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ അമൃത ഹോസ്പിറ്റലിൽ ആൾക്കാരൊന്നും കണ്ടിട്ടില്ലേ? ഓക്കെ, വലിയ ആൾക്കാരൊന്നും ഉണ്ടില്ല എന്ന് നന്നായിട്ട് അറിയാം. പക്ഷേ ചെറിയ കുറച്ച് സ്ത്രീകളൊക്കെ ഇല്ല. ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ കണ്ട സ്ത്രീകൾ, ഓരോരുത്തരുടെ അവസ്ഥ കണ്ട ഇങ്ങനെ അവസ്ഥ കണ്ട സ്ത്രീകൾ ആർക്കും ഒരു ഇതൊക്കെ കണ്ടിട്ട് ഒന്നും മിണ്ടാൻ തോന്നുന്നില്ല. ഓക്കെ, ഞാൻ ഈ വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു 4-5 മാസം നിങ്ങളുടെ വീട്ടും മൂത്രമൊക്കെ പോയിട്ടില്ലേ? അങ്ങനെ തന്നെ പറയണേ. ഞാൻ അതൊക്കെ അൺപാർലമെന്ററി വേർഡാന്നൊക്കെ പറഞ്ഞിട്ട് ക്യാൻസൽ ആക്കുമെന്ന് അറിയില്ല. ബട്ട് നടത്തിയ കാര്യമാണല്ലോ. എത്ര കാലം ഉറങ്ങാണ്ടിരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇതൊക്കെ പറയാം നാവ് പോകുന്നുണ്ടല്ലോ. നല്ല നന്ദിയുടെ ഭയങ്കര നല്ലതാണ്. പിന്നെ ഗോഡ്സ് ഗ്രേസ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം. ഈവിൾ വുമൻ നിങ്ങളൊക്കെ ഇന്നത്തെ ഈ കമന്റ് ഒക്കെ എനിക്ക് തന്നിട്ട് ഇനിയും കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. അതിന് വേണ്ടി കാര്യം എലിസബത്ത് സോമൻ ഓപ്പൺലി പുട്ടിംഗ് വീഡിയോസ് വിത്ത് ന്യൂ ബോയ് ഫ്രണ്ട്. പിന്നെ കുറേ ആൾക്കാരുടെ ലൈഫ് നഷ്ടു. ഓ മൈ ഗോഡ്, ആരാ ആ ബോയ് ഫ്രണ്ട് എന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് ഞാൻ കുറേ ഫോട്ടോ ഇട്ടുണ്ട്. അതൊന്നും ആരാ എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. കസ്തൂരി എന്ന വേറെ പേരുള്ള ആ ഒരു ആള്, ന്യൂസായിട്ട് ഭയങ്കര ബന്ധപ്പെട്ട ആള്, ഭയങ്കര അടുപ്പുള്ള ആള്. കാരണം എല്ലാവരും കളിക്കുന്നത് പേര് പറയാണ്ട് എന്ത് കുറ്റം പറഞ്ഞാലും കേസ് എടുക്കില്ല എന്നല്ലേ. അതുകൊണ്ടാണ് വരാത്തത്. പക്ഷേ ഇതിൽ പല സമയത്തും കേസ് എനിക്ക് വരാൻ ചാൻസ് ഉണ്ട്. ആയിക്കോട്ടെ, സന്തോഷത്തോടെ ആ കേസ് ഞാൻ സ്വീകരിക്കും. കാരണം ഒരാളുടെ വീട്ടിലൊക്കെ തോക്കെടുത്ത് പോയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് പോലും കേസില്ലാത്ത സ്ഥലമൊക്കെയാണ് ഇവിടെ. അതിന് വേണമെങ്കിൽ ഞാൻ പ്രതിയാന്ന് പറയാം, അല്ലെങ്കിൽ സാക്ഷിയാന്ന് പറയാം. കാരണം ഞാൻ ആ വണ്ടിയിലുണ്ടായിരുന്നു. സോ എന്ത് വേണമെങ്കിലും പറയാം എന്നുള്ള ഒരു ഇതാണ്. അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ നിങ്ങളുടെ വീട്ടിലേക്ക് ഏതെങ്കിലും ആൾ തോക്കെടുത്ത് കയറിയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ഓക്കെ എന്ത് തന്നെ പറഞ്ഞാലും ഭീഷണിപ്പെടുത്തി ചെയ്തിട്ട് അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുടെ മെന്റാലിറ്റി ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് പറയുന്നില്ല. പക്ഷേ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന മെന്റാലിറ്റി ഉണ്ടാവും. പിന്നെ സപ്പോർട്ട് ഒരു ചാൻസ് ഇല്ല. ഒരു ഐസ്ക്രീം കഴിക്കാൻ പോയ എന്നെ പോയിട്ട് പിടിച്ചിട്ട് ഒരു കേസിൽ പ്രതിയാക്കാൻ ശ്രമിച്ചത് ശരിയില്ല. പിന്നീട് ഒരു ഭാര്യയുടെ ധർമ്മം നീ ചെയ്യുന്നുണ്ടോ? എന്തിനാണ് ഭർത്താവിന് ഒറ്റയ്ക്ക് ആ ഫ്ലാറ്റിലേക്ക് വിടുന്നതെന്ന് പറഞ്ഞിട്ട് ഇന്നെ കൺസേൺ ആ കേസ് നടന്ന ഫ്ലാറ്റിലേക്ക് ഇനി കൂടി കയറ്റിക്കൊണ്ടുപോകാൻ പോയതാ. പക്ഷേ ഞാൻ കയറിയില്ല. കയറാത്ത കാരണം എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ താഴെ ആ ആളിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് എന്നെ കാണിച്ച് ചേച്ചിക്ക് ഹൈ പറയൂ. എന്റെ കൈയും കാലം വരച്ചിട്ട് അപ്പം എന്തായാലും എനിക്ക് പോലും അറിയില്ല. ഓക്കെ, അതുപോട്ടെ. അത് സോ ഒരാളിനെ തോക്കെടുത്ത് ഭീഷണിപ്പെടുത്തിയ ഇത് കേസിലടക്കം ആൾക്കാർക്കൊന്നും ഉണ്ടായില്ല. അതിൽ ആൾക്കാർ ഈ ഭീഷണിപ്പെടുത്തിയ ആളിനെ സപ്പോർട്ട് ചെയ്യണം. സോ എല്ലാവരും വീട്ടിൽ ഇപ്പോൾ ആൾക്കാർ ഈ വയലൻസ് ഒക്കെ ചെയ്യുന്നതിലും തെറ്റു പറയാൻ പറ്റില്ല. ആൾക്കാർ അതാണ് സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ നാളെ വീട്ടിൽ വന്നിട്ട് ആരെങ്കിലും കുത്തിക്കൊന്നാലും ഇങ്ങനെ വരും ഒന്നും അറിയില്ല. അവള് വീഡിയോ ഇട്ടിട്ട് അവള് ഡിസേർവ്സ് ഇറ്റ് ഇതല്ലേ പറയുള്ളൂ. ഓക്കെ, ഇതൊക്കെ പല സ്ഥലത്തും പല ആൾക്കാരുടെ വീട്ടിൽ നടക്കും മാത്രമേ ഉള്ളൂ. പിന്നെ അടുത്തത് ഓൾ ഐ റോട്ട് വെരിഫൈഡ് ഫാക്ട്സ്. ഓക്കെ, അത് എനിക്ക് അതൊക്കെ വായിക്കുമ്പോൾ അത്യാവശ്യം നല്ല വിഷമം തോന്നുന്നുണ്ട്. ഇതിന്റെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടതാണ്. പക്ഷേ ഒരു കുട്ടീനെ പറ്റിയിട്ടൊക്കെ ഇത്ര മോശമായിട്ടൊക്കെ പറയാൻ പറ്റുന്നത് നിങ്ങൾ സ്ത്രീയാണെന്ന് അറിയാം, നിങ്ങൾക്ക് ഒരു ഭർത്താവ് കുട്ടീൻ്റെ അറിയാം. പക്ഷേ അതിത്തിരി മോശമാണ്. പിന്നെ എന്തുമാത്രം കേരള വിരുദ്ധതയുള്ളൂ ഇതിലൊക്കെ. കേരളത്തിൽ സ്ത്രീകൾക്ക് ഇത്ര മോശമാണ്. ഓക്കെ, ആണുങ്ങളുടെ ഇപ്പോൾ ചോദിച്ചാൽ ചിലപ്പോൾ അങ്ങനെ പറയായിരിക്കും. ഓ മൈ ഗോഡ്, പുള്ളിക്കാരൻ എന്നെ വൈഫായിട്ട് വിചാരിച്ചു. ഞാൻ എന്നെ കല്യാണം കഴിക്കാൻ വിചാരിച്ചു, അല്ലാണ്ട് ഞാനല്ല വിചാരിച്ചതല്ലേ. അപ്പോൾ ഈ ഫംഗ്ഷനൊക്കെ വന്ന ആൾക്കാർ പൊട്ടന്മാര, അതിൽ കുറേ വലിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഒന്നെങ്കിൽ കള്ളന്മാർ അല്ലെങ്കിൽ പൊട്ടന്മാരായിരിക്കും. പൊട്ടന്മാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിപ്പോൾ നിങ്ങൾക്ക് എന്താ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്തായാലും കല്യാണം പറഞ്ഞത് ഈ പറഞ്ഞ വ്യക്തി കല്യാണത്തിന് വിളിച്ചില്ലാന്ന് പറഞ്ഞിട്ട് കുറച്ച് കാലം പുള്ളിക്കാരോട് മിണ്ടാട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ അറിഞ്ഞായിരുന്നു. ഓക്കെ, ബട്ട് പിന്നെ ഫിയാൻസിന്ന് ഉപയോഗിച്ചാൽ മതിയെന്ന് അതാണ് പുള്ളിക്ക് പറ്റി തെറ്റ്. ഓ മൈ ഗോഡ്, ഏതെങ്കിലും റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്താൽ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും ബോത്ത് സൈഡ്സ്. ഒരാൾ ഗ്ലാവിനെ മാത്രം ബ്ലെയിം ചെയ്യാൻ പാടില്ല. പരമമായ സത്യം. രണ്ട് സൈലം തെറ്റണോ അതിലെനിക്ക് കുഴപ്പമില്ല.
എലിസബത്ത് സീൻസ് ഹാപ്പി ആൻഡ് മൂഡ് ഓൺ. ഓ മൈ ഗോഡ്, അതുകൊണ്ടായിരിക്കും. ഓക്കെ, നല്ലത്. ആദ്യമായിട്ടാണ് ഞാൻ ഹാപ്പി ആൻഡ് മൂഡ് ഓൺ എന്ന് പറഞ്ഞത്. ഓക്കെ, വേറെ ആൾ കമന്റ് ഉണ്ടായിരുന്നു, ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് ഒരാൾ മൂവ് ഓൺ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് വേറെ തരത്തിൽ ചിത്രീകരിച്ചിട്ടൊരു വീഡിയോ ഒക്കെ മുമ്പ് വന്നായിരുന്നു. അതിനെപ്പറ്റി വീഡിയോ കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും 10% നടക്കുന്ന വീഡിയോ ആണ് വേണ്ടത്. വൈ ഫീലിംഗ് സോറി ഫോർ ആസ് ഇഫ് ഷീ ഹാഡ് ലോസ്റ്റ് ഹർ ലൈഫ്. ഓ മൈ ഗോഡ്, യു ആർ വെയിറ്റിംഗ് ഫോർ മൈ ഡെത്ത്. എനിക്കറിയാം നിങ്ങൾ പണ്ടേ അതൊക്കെ വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങൾ മാത്രമല്ല, ആ ഒരു സെറ്റ് ഫുള്ളത് വെയിറ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. അത് നമ്മുടെ ലൈഫ് ലോസ് ചെയ്താലും വലിയ കുഴപ്പമില്ല. ഞാൻ ഓൾമോസ്റ്റ് ഒരു വർഷം പഠിച്ച എൻ്റെ MD എൻട്രൻസ് എക്സാമിൻ്റെ ഒരു മന്ത് മുമ്പാണ് അത് ഹോൾ ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല. ഈ MD എക്സാമിൻ്റെ ഒരു മാസം മുമ്പ് നമുക്ക് ഹോൾ ടിക്കറ്റ് എടുക്കാൻ, അന്ന് ഹോൾ ടിക്കറ്റ് എടുക്കാൻ സമ്മതിച്ചില്ല, എക്സാം എഴുതാൻ സമ്മതിച്ചില്ല. അതായത് ഞാൻ ഒരു 1.5 വർഷം ഇതിന് വേണ്ടി പ്രിപ്പയർ ചെയ്തായിരുന്നു. അത് പ്രിപ്പയർ ചെയ്താൽ അതിന് ബുദ്ധിമുട്ടൊക്കെ അറിയാം. കുറേ കാലം ഓർക്കൊഴിച്ചൊക്കെ ഇരുന്നൊക്കെ പിന്നെയാണ് പഠിച്ചോണേ. അപ്പോൾ ഓക്കെ, അത്രയ്ക്ക് ഇഷ്ടമുള്ള കാരണമാണ്. ഓക്കെ, ഇനി ആ ഒരു പ്രശ്നം കാരണം ലൈഫ് ഇല്ലാണ്ടാവണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ അന്ന് ഒരു വഴക്കുണ്ടായപ്പോൾ നല്ലൊരു അടി കിട്ടിയായിരുന്നു. അടിയെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി അടി. ഒരു 5-6 സെക്കൻഡിലേക്ക് ഒരു ഗ്രേ കളറാണ് അടി കിട്ടി കഴിഞ്ഞിട്ട്. അതെന്താണെന്നറിയില്ല. എനിക്ക് ഞാൻ ഡോക്ടറാണ്, പക്ഷേ എനിക്കറിയില്ല എന്താണ് ആ ഒരു കാരണം. ഓക്കെ, വീണ്ടും വായിക്കാൻ തോന്നുന്നു. വൈ ഫീലിംഗ് സോറി ഫോർ ഹർ ആസ് ഇഫ് ഷീ ഹാഡ് ലോസ്റ്റ് ഹർ ലൈഫ്. അടിപൊളി. പിന്നെ ഒരു 6 മാസം ഞാൻ പുള്ളിയായിട്ട് ഇടയിൽ സെപ്പറേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആരൊക്കെയോ ന്യൂസ് ഇട്ടു ഡിവോഴ്സായി എന്ന് പറഞ്ഞിട്ട്. അതൊന്നും ആരാന്ന് പറയുന്നില്ല, പക്ഷേ അത് 2 മണിക്കൂർ ആ വീഡിയോ ഡിലീറ്റ് ആക്കി കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടുകാർ എന്നെ കൊണ്ടുപോയി നോക്കുമ്പോൾ എനിക്ക് ഡയറക്റ്റുള്ള പനിയാണ്, ഭയങ്കര ചെസ്പെയിനാണ്, ഭയങ്കര ചുമയാണ്, നെഞ്ചുവേദനയുണ്ട്. അങ്ങനെ വീട്ടുകാർ വരുന്നതിന് മുമ്പ് ഇന്നൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒന്ന് നെബിലൈസ് ഒക്കെ ചെയ്ത് ഞാൻ പറഞ്ഞു അഡ്മിഷൻ വേണ്ടി വരും, ആന്റിബയോട്ടിക് സ്റ്റാർട്ടിങ് വരെ നിൽക്കും തോന്നുന്നതാണ്. ഇല്ല, അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, തിരിച്ച് കിട്ടുമോ. അന്നത്തെ എൻ്റെ വീട്ടിൽ വിളിച്ചിട്ട് പുള്ളി പറയാണ് പുള്ളിക്കാരി അഭിനയിക്കുകയാണ്, പുള്ളിക്കാരിക്കൊന്നുമില്ല. ഇതിൻ്റെ മാലാകില്ല, ഞാൻ നോക്കാണ്ടിരിക്കും. അവർക്ക് എന്തെങ്കിലും പറ്റും. ഇന്ന അസുഖം വന്നാൽ അവളിന്ന് പൊന്നു പോലെയല്ല നോക്കണേ, അവർക്ക് അസുഖം വന്ന് നോക്കാണ്ടിരിക്കും. പക്ഷേ വർത്തമാനത്തിന് നന്നായിട്ട് അറിയുന്നത് തന്നെ വീട്ടുകാർ വ്യത്യാസം വന്നു, കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ എനിക്ക് നോക്കിയപ്പോൾ ആദ്യം ട്രീറ്റ്മെന്റ് ഒക്കെ ഒരു 2-3 ആഴ്ച എടുത്തു. പിന്നെ നോക്കിയപ്പോൾ ഇടയിൽ കോവിഡ് ടെസ്റ്റും പോസിറ്റീവ് ആയിരുന്നു. കോവിഡ് തന്നെയാണോ ന്യൂമോണിയ വന്നത്, വേറെ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണമാണോ അറിയില്ല. ഇതൊക്കെ ഉണ്ടാവുന്നത് 2022 പകുതിയിലാണോ. അപ്പോൾ എൻ്റെ വീട്ടുകാർ ഒന്ന് പറഞ്ഞോളൂ, നീ നിന്റെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയി, നിന്റെ ലൈഫ് തുളച്ചു, നിന്നെ അടിക്കുന്നുണ്ട്, പലതും ചെയ്യേണ്ടത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നീ ഇപ്പോഴും ഇഷ്ടമാണ്, പുള്ളി പ്രേമിക്കുന്നുണ്ട്, പുള്ളി ഇടയ്ക്ക് ഇങ്ങനെ ദേഷ്യം വന്നിട്ട് കാണിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അത് നിന്റെ ഇഷ്ടം. പക്ഷേ മിനിമം ജോലിക്ക് പോയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ഇതാക്കിയിട്ട് ഇന്ന് ജോലിക്ക് കയറ്റി. ഇവൻ നിനക്ക് വയ്യാതാകുമ്പോൾ പോലും നോക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ആന്റിബയോട്ടിക് മേടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എത്രയൊക്കെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാനങ്ങനെ MBBS 2019 കഴിഞ്ഞതാണ്. കോൺവെക്കേഷനൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയത്തു. അത് കഴിഞ്ഞ് നമ്മൾ എൻട്രൻസ് പ്രിപ്പറേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് 2021 തോന്നുന്നു. ഞാൻ ഡേറ്റ് ഒന്നും കറക്റ്റ് ഓർമ്മയില്ല, അത് ഞാൻ പിന്നെ പറഞ്ഞോളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഞാൻ ഫസ്റ്റ് ജോലിക്ക് കയറുന്നത്. ഇത്ര കാലം കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് കയറുന്നത്. അപ്പോഴാണ് ഇവർ ആദ്യത്തെ കമന്റിൽ പറഞ്ഞത് ഞാൻ ഇയാളുടെ പേഷ്യൻ്റ് ആയിരുന്നു. ഓ മൈ ഗോഡ്, ഇത് മതിയില്ലേ ഈ കമന്റിന്റെ ഇട്ടിട്ടുള്ള ഹിസ്റ്ററി പറച്ചിലേ മതിയായി. ആക്ച്വലി ഷീ ഹാഡ് ലോസ്റ്റ് ഹർ ലൈഫ് വൈ ഫീലിംഗ് സോറി എന്ന് കേട്ടപ്പോൾ കുറച്ച് പറയണമെന്ന് തോന്നി. ഇത്തിരി കൂടുതൽ പറയണ്ട്, അത് പറയുന്നില്ല. അത് ഇത്തിരി സസ്പെൻസ് ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിക്കും. ഇയാൾക്ക് ഇവരുടെ ജീവിതത്തിലത്തെ എല്ലാ കാര്യങ്ങളും പറയുന്ന പോലെ ആണ് സംസാരിക്കുന്നത്. സോ ഐ നോ ദേ നോ എവരിത്തിങ്. ബട്ട് പിന്നെ അതുപോലെ തന്നെ പല തമിഴ് ചാനലുകളായിട്ടും എന്തോ വലിയ ഈ ന്യൂസിന്റെ എന്തോ വലിയ ആൾക്കാരാണെന്നൊക്കെ എന്നോട് ബന്ധപ്പെട്ടിരുന്നത്. പക്ഷേ പറയുന്നത് 100% വിശ്വസിക്കാൻ പറ്റില്ല. 20% സത്യം ഉണ്ടാവുന്നത് വേറെ കാര്യം. ഫിസിക്കൽ അബ്യൂസ് 2 എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി കുറേ പറയുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് ഞാനൊന്നും പറയുന്നത്, അത് പറയേണ്ട കാര്യം പറയുന്നതാണ്. പക്ഷേ എന്തുകൊണ്ടോ ഇത്ര കേരളത്തിനോട് ദേഷ്യം. Remember the woman who was sentenced to death recently for poisoning her husband and killed so she could live a better life with another man. Those kinds of women are there. Oh my god. ഞാൻ അവിടെ ഉള്ളപ്പോഴും ചെന്നൈയിലുള്ളപ്പോഴും എന്നോടല്ല ബാക്കിയുള്ളവരോട് പറയാറ്, അവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര മോശമാണ്, ഒരു നന്ദിയില്ലാത്ത ആൾക്കാരാണ്. അവർ ഫുള്ള് നിന്നിട്ട് പറ്റിക്കും. അങ്ങനെ 2-3 പേരുകളൊക്കെ പറയും. പക്ഷേ ഏറ്റവും വലിയ സുഹൃത്തുക്കൾ കാരണം പറ്റിക്കുന്ന ആൾക്കാരാണുള്ളത് ശരിയാ. പക്ഷേ വീട്ടിൽ പറയുമ്പോൾ അങ്ങനെയാണ് പറച്ചില്. പക്ഷേ എലിസബത്ത് നല്ല കുട്ടിയാണ്, നല്ല മാലാഖയാണ്, തനിത്തങ്കാണ്. അതുകൊണ്ടല്ല ഞാൻ കൊണ്ടുവന്നത്. അത് ഞാൻ കൊണ്ടുവന്നായിരുന്നു. ഓ മൈ ഗോഡ്, ഇത്ര ദേഷ്യം നിങ്ങൾക്ക് കേരളക്കാരോട് ഉണ്ടെന്നുള്ളത് നിങ്ങളുടെ കമന്റുകളിൽ ഭയങ്കര വ്യക്തമാണ്. ആ ദേഷ്യമൊക്കെയാണ് എനിക്കത് നിങ്ങളാണെന്ന് മനസ്സിലാക്കാൻ എനിക്കൊരു ക്ലൂ തന്നത്. ഞാൻ അതിൻ്റെ അടുത്ത ക്ലൂകൾ വരുന്നുള്ളൂ. പിന്നെ നിങ്ങൾ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ തമിഴ് സംസാരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോന്റെ ഇടയിൽ തന്നെയാണ് നിങ്ങൾ വരുന്നത് കൂടുതൽ. ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഞാൻ പല നെഗറ്റീവ് കമന്റും കാണാറുണ്ട്, പല നെഗറ്റീവ് കമന്റും എടുത്തിട്ട് ഞാൻ ഇടുന്നുണ്ടല്ലോ. സോ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. പക്ഷേ പല കാര്യം കമന്റിൽ നിങ്ങളുടെ 4 ഫേക്ക് അക്കൗണ്ട് ഉണ്ട് ഈ പേരിൽ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അതിനെപ്പറ്റി എനിക്കറിയില്ല, അറിയാത്ത കാര്യം ഞാൻ പറയുന്നില്ല. ഓക്കെ, സത്യമായിട്ട് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് കേരളത്തിനോട് ഇത്ര ദേഷ്യം. അതും ഈ കമന്റുകളിലൊക്കെ നിങ്ങൾ വിഷം വാരി വിതറുണ്ട്. മാത്രമല്ല ഒരു തവണ അതിനെ ഭീഷണിപ്പെട്ടപ്പോൾ നിങ്ങളുണ്ടായിരുന്ന ഭീഷണിയുടെ സമയത്ത് ഞാനന്ന് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ പോലീസിനൊക്കെ വിളിച്ച് കൊണ്ടുവന്നിട്ടുള്ള സമയത്ത് എന്താണ് തമിഴ്നാട്ടിൽ വന്നിട്ട് ഒരു തമിഴിനെ മലയാളിയായ നീയെ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കേസ് എടുക്കുമെന്ന് വിചാരിച്ചോ, നിന്റെ വീട്ടുകാരെയും വെട്ടി പീസാക്കുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പലതവണ അങ്ങനത്തെ പറച്ചിലുണ്ട്. പക്ഷെ നമ്മൾ കേരളത്തിൽ ഞാൻ അങ്ങനെ പറച്ചിൽ കേട്ടിട്ടില്ല. ഓക്കെ, വീണ്ടും ലീഗലി മാരീഡ് അല്ല. ഓക്കെ, പ്രീ വെഡിങ് ഇവന്റ് ആയിരുന്നു നടന്നത്. ഓ മൈ ഗോഡ്, പ്രീ വെഡിങ് ഇവന്റ് ആയിരുന്നു നടന്നത്. ഇൻവിറ്റേഷൻ കാർഡിൽ അതിൽ വെഡിങ് ഇൻവിറ്റേഷനും അതുപോലെ തന്നെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ വെഡിങ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഫാദറാണ് അത് ദാസ് കോണ്ടിനെന്റിലായിരുന്നു വെഡിങ് ഫംഗ്ഷൻ ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഫാദറാണ് ആ പരിപാടി നടത്തിയത്. ആക്ച്വലി അതൊരു ചീറ്റിംഗ് നടന്നിരുന്നു. അവർ ആക്ച്വലി ചെന്നൈയിൽ ഇതിന്റെ ഫംഗ്ഷൻ അവിടെ നടത്താമെന്ന് പറഞ്ഞിട്ട് ആണ് ഇവിടെ നമ്മൾ ഫംഗ്ഷൻ നടത്തുന്നത്. അപ്പോൾ ഒരു ഡേറ്റും ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ബർത്ത്ഡേ ആ ഒരു സമയത്ത്. പക്ഷേ എനിക്ക് ബർത്ത്ഡേക്ക് അവർ അതായത് 2 ദിവസം ഗ്യാപ്പിൽ 2 സ്ഥലത്ത് ഫംഗ്ഷൻ. അതിന് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് തന്നു. പക്ഷേ സർപ്രൈസ് ആയിട്ട് എനിക്ക് ഒരു മാലയും കമ്മലൊക്കെ തന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ മാലയും കമ്മലും തന്നിട്ട് അതുപോലെ തന്നെ അവർ ലോക്കൽ എടുത്ത് വെച്ചു, ജസ്റ്റ് വീഡിയോ കാണിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഒരു ഓടിയും തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് കാർ ഡ്രൈവിംഗ് അത്രയ്ക്ക് അങ്ങോട്ട് വശമില്ല. സോ ഞാൻ അത് 4 തവണ ആ കാറിൽ നിന്നിട്ടുള്ളൂ. പിന്നെ ആ കാർ ഇങ്ങോട്ട് പോയി എനിക്ക് വലിയ പിടുത്തില്ല. പിന്നെ എന്താണ് ആ സ്വർണ്ണത്തിലെ കാര്യം. പിന്നെ അവരുടെ വീട്ടിലത്തെ ഫംഗ്ഷൻ, ഓക്കെ, അവരുടെ വീട്ടിലത്തെ ഫംഗ്ഷൻ ഒരു വെപ്പാട്ടിനൊക്കെ വീട്ടിലത്തെ ഫംഗ്ഷൻ കൊണ്ടുപോകുള്ളൂ. ആ ഫംഗ്ഷനൊക്കെ കൊണ്ടുവരുന്നു മാത്രമല്ല ആ സമയത്ത് എനിക്ക് ആ മാല എടുത്ത് തരും ചെയ്യും. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല.
സോ പ്രീ വെഡിങ് വേണ്ടാണ് ഇവരൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഈ സാധനം ഉണ്ടാക്കണം. ഇവരാണ് അതിനൊക്കെ കാശ് കൊടുക്കണം. മൈ ഗോഡ്. പിന്നെ എനിക്ക് നോർത്ത് ഇന്ത്യയിൽ വീണ്ടും ബോയ് ഫ്രണ്ട് ഉണ്ട്. ഓ മൈ ഗോഡ്. എനിക്ക് ആ ഒരു അഡ്രസ്സും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അയച്ചു തരണം. പിന്നെ ഒരു കല്യാണം കഴിച്ച ആൾക്ക് ഇനിയിപ്പോൾ ഈ കല്യാണം എല്ലാന്നല്ലേ പറയണേ. എനിക്ക് ഇനി ബോയ് ഫ്രണ്ട് ഉണ്ട്, 10 പേരുണ്ട്, 100 പേരുണ്ട്, 300 പേരുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷയം ആവേണ്ട കാര്യമില്ല. തെറ്റാതെ ചെയ്താലും എപ്പോൾ ചെയ്താലും അത് തെറ്റാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓൾറെഡി റിലേഷനിലിരിക്കുമ്പോൾ 4-5 ആൾക്കാരായിട്ട് പോകണതാണോ, ഓൾറെഡി ഓപ്പോസിറ്റ് ആൾ കിട്ടിയിട്ട് പിന്നെ വേറെ ആൾ റിലേഷനിൽ പോകണമാണോ കുഴപ്പം? അതും ഒരു റിലേഷനൊന്നുമല്ല. ഞാൻ പല ആൾക്കാരോടും പറഞ്ഞപ്പോൾ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഒക്കെ ആവണം, ഓക്കെ. പക്ഷേ പുള്ളി ഒരു 4-5 എന്നൊക്കെ പറഞ്ഞ 2 months. ഇപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഒക്കെ ഇത്ര കോമൺ ആയി, നമ്മൾ ഇത്ര ഔട്ട്ഡേറ്റഡ് ആയി. സോറി, അത് വേറെ കാര്യം. പിന്നെ ഇവിടെ കമന്റ് സെക്ഷനിൽ കുറേ ടൈം ലൈനൊക്കെ കണ്ടു. ആക്ച്വലി ആൾക്കാർ അറിയാത്ത കുറേ ടൈം ലൈനിൽ കുറച്ചും കൂടി പേരുകൾ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാനൊക്കെ ഉണ്ട്. ബട്ട് അവരും ചെറുത് കളിക്കപ്പെട്ടതായ കാരണം വെറുതെ അവരെ എടുത്തിട്ട് ഇതിൽ ഇണ്ട കാര്യമില്ലോ, ആവശ്യം വന്നാൽ നമുക്ക്. അല്ലെങ്കിൽ അവർക്ക് എത്രമാത്രം അവർ കുറച്ച് സഹിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, സഹിച്ചിട്ടുണ്ടാവാം. ഇപ്പോഴും മുകളിൽ പറഞ്ഞ കാര്യത്തിനെ പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല. അത് പറയേണ്ട കാര്യം പറയുന്നതാണെന്ന് തന്നെയാണ് ഞാനിപ്പോഴും പറയുന്നത്. പിന്നെ ഉള്ളത് വീണ്ടും എലിസബത്ത് ഇസ് പോസ്റ്റിംഗ് വീഡിയോ വിത്ത് ന്യൂ ബോയ് ഫ്രണ്ട്. അവരെല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആകെ സഫർ ചെയ്യുന്നത് ഒരാൾ മാത്രമേ ഉള്ളൂ. വുമൻ കാർഡ് ഇറക്കി ഡ്രാമ കളിക്കുന്നത് എന്താണ്? എന്തിനല്ലേ ഇങ്ങനെ വുമൻ കാർഡ് ഇറക്കിയിട്ട് ഡ്രാമ കളിക്കുന്നത്? ഇത്ര ഡ്രാമ കളിച്ചിട്ട് ആൾക്കാരൊന്നും കാണുന്നുള്ളത് വേറെ കാര്യം. ഓ മൈ ഗോഡ്. ആക്ച്വലി കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുള്ളതൊക്കെ, പക്ഷേ എനിക്ക് ആക്ച്വലി കോമഡി ആയിട്ട് തോന്നാം. ആദ്യത്തെ ദിവസം ഭയങ്കര വിഷമിച്ചിട്ടാണ് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോസ്റ്റ് ഇട്ടപ്പോൾ കുറേ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ കാര്യം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള ആൾക്കാരൊക്കെ എങ്ങനെ ഡോക്ടർ തന്നെയായിരുന്നു. ബേസിക്കലി നിങ്ങൾക്ക് ഡോക്ടർമാരുടെ കൈയക്ഷരം അറിയാലോ. പിന്നെ അത് മാത്രമല്ല, ഒരാൾ വിഷമിച്ചിട്ട് എഴുതുമ്പോൾ എനിക്ക് കണ്ണ് നടന്നിട്ട് എനിക്ക് കണ്ണ് കാണുന്നുണ്ടായിരുന്നില്ല. പിന്നെ ആ സമയത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ മറ്റേതെന്തോ മറിച്ചുണ്ടോ. ആക്ച്വലി നമ്മൾ അങ്ങനത്തെ പോസ്റ്റ് ഇടുമ്പോൾ നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഇട്ടാലാണ് നമ്മൾ ഡൗട്ട് അടിക്കുന്നത്. പക്ഷേ നമുക്കൊക്കെ ഇത്ര വിഷമത്തിൽ എഴുതുമ്പോൾ കൈ വരയ്ക്കണമെന്ന് അടക്കം ഞാനതിൽ പറഞ്ഞിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്നോട് കുറച്ച് ആൾക്കാർ മെസ്സേജിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അതൊന്ന് എഡിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട്. നല്ല ആൾക്കാർ, അതായത് ഇതുപോലത്തെ ആൾക്കാർ കുറേ അങ്ങനത്തെ കുറേ കുറേ കുട്ടികൾ വന്നിട്ട് വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് അത് ആലോചിക്കാനുള്ള ഒരു മെന്റാലിറ്റി എനിക്ക് ഉണ്ടായിരുന്നില്ല. അത്ര വിഷമമായി നടന്നപ്പോൾ. കാരണം എനിക്കെങ്ങനെ നോക്കിയത് എനിക്ക് നന്നായിട്ട് അറിയാം, അത് അവർക്കും അറിയേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നാവ് കൊന്നില്ലോ, ഞാൻ വേറെ പറയുന്നില്ല, നാവ് കൊന്നില്ലോ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട്. എനിക്കൊക്കെ ചെറിയൊരു സഹായം ചെയ്താൽ അവനെ ഞാൻ എൻ്റെ ജന്മത്തിൽ മറക്കില്ല. പക്ഷേ ഇത് കല്യാണം കഴിഞ്ഞിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെന്ന്. ഓരോ 2 മാസം കൂടുമ്പോൾ 10 ദിവസം ഹോസ്പിറ്റലിൽ ഞങ്ങൾ ആക്ച്വലി ഹൈമോൺ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അവിടെ ചോര ഛർദ്ദിച്ചിട്ടും ഐസിയിലും ആയിട്ട് അപ്പോൾ ഐസിയിലേക്ക് പറയും ഇന്ന് ഐസിയിൽ കയറ്റണം, ഇവിടെ ഒപ്പുണ്ടെങ്കിൽ എനിക്കൊന്നും പറ്റില്ല. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒപ്പുണ്ടെങ്കിൽ ഒരിക്കലും ഒന്നും പറ്റില്ല എന്നുള്ളത്. ഇപ്പോൾ എല്ലാം പറ്റുന്നത് ഞാൻ കാരണമെന്ന് പറയുമ്പോൾ ആക്ച്വലി ഒന്നിനും ഇടപെടേണ്ടെന്ന് വിചാരിച്ചിട്ട് മാറി നിന്നായിരുന്നു. ഓ മൈ ഗോഡ്. അടുത്ത കമന്റ്. യു ഷുഡ് ആസ്ക് ദ അതർ 2 women why they slept with him. Obviously they like sleeping with him, didn't they? നിങ്ങൾ എവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ആസ്ക് യുവർ ക്വസ്റ്റ്യൻസ് ടു ദം ബിക്കോസ് ഇറ്റ് ഇസ് എ വുമൻസ് ഹു ഡിസൈഡ് ദ റിലേഷൻഷിപ്പ് വിത്ത് എ മാൻ. ഓ മൈ ഗോഡ്. നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ വന്നില്ലെങ്കിൽ പിന്നെ നീ എന്നെ കാണില്ല, അതുപോലെ തന്നെ നിന്റെ ഫോൺ എടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു അറേഞ്ച്ഡ് മാരേജ് ആവേണ്ട സാധനം പിന്നെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയിട്ട് ഞാൻ ഇന്നെ ഇറക്കിയിട്ട് കല്യാണമാക്കിയത്. എന്നിട്ട് പിന്നെ ഞാൻ അവിടെ തന്നെ തട്ടിക്കൊണ്ടുപോയിട്ട് വേറെ ആൾക്കാർക്ക് വിൽക്കുമെന്നൊക്കെയുള്ളത് ഇനിയിപ്പോൾ വേറെ അങ്ങനെയും സംശയിക്കേണ്ടിയിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാവണമെങ്കിൽ. പക്ഷേ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയി ചെന്നൈക്ക് കൊണ്ടുപോയി അമ്മയുടെയും പൂജാമുറിയും മുമ്പിൽ ഒരു വെഡിങ് ചെയിൻ ഇട്ടു. അത് അമ്മയുടെ സ്വർണ്ണമാണ്, അമ്മ എനിക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണ് ഒക്കെയാണ് പറഞ്ഞത്. ഐ ഡോണ്ട് നോ ഇത്ര സ്വർണ്ണം തന്നെയാണോ എന്ന് അറിയാം. അങ്ങനെ വെഡിങ് ചെയിൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ വെഡിങ് ചെയിൻ ഇട്ടുന്ന പരിപാടി സ്ഥിരമായിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. എത്ര കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം, അത് വേറെ കാര്യം. അന്ന് എൻ്റെ FB ഡിലീറ്റ് ചെയ്തു. അപ്പോൾ അത് കൂടെ കിടക്കാൻ വരുന്ന ആൾക്കാരൊക്കെ FB ഡിലീറ്റ് ചെയ്യാൻ FB ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഫോൺ എടുത്ത് മുട്ടിക്കേണ്ട ആവശ്യമുണ്ട്, അവരുടെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് തെറി പറയേണ്ട ആവശ്യമുണ്ട്, അവരെ കൊല്ലുന്നു പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് ഫ്രണ്ട്സിന് ഒരു കൂടെ കിടക്കാൻ വരുന്ന പെണ്ണുങ്ങളെ. ഓ മൈ ഗോഡ്. പിന്നീട് കേസുകൾ അത് വേറെ അതൊക്കെ ഇങ്ങനത്തെ കമന്റ് ചെയ്യാൻ ശേഷം ഇതെന്തായാലും വീട്ടിലാണ് കാര്യം. കാരണം ഇത് അത്ര കാലത്തെ ബന്ധമാണ് ഈ ഇവർ തമ്മിൽ. സോ ഇത് ഇപ്പോൾ ഈ ഒരു റിപ്ലൈ വീഡിയോ ഇട്ടുകൊണ്ട് ഇവർ നിർത്തില്ല എന്നത് 100% ഷുവർ. ചിലപ്പോൾ പേര് മാറ്റിയായിരിക്കും, ചിലപ്പോൾ ഈ പേരിൽ ഒക്കെ ഇവരല്ല, ചിലപ്പോൾ ആണിനൊക്കെ കൊണ്ടുവരും. പക്ഷേ ഇതിന്റെ മാസ്റ്റർ മൈൻഡ്സ് ആരാൻ മനസ്സിലായി. എനിക്ക് കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം, കാരണം ഇതൊക്കെ ഞാൻ എഴുതിയുമ്പോഴേക്കും കുറേ സമയം ആൾക്കാർക്ക് ബോറടിക്കും. അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ആയിട്ടാണ് വിചാരിച്ചത്. ഞാൻ ഇത്രയൊക്കെ തൊണ്ട പൊളിച്ചിട്ട് പറയുന്നത് 3 ദിവസമായിട്ട് ഇങ്ങനെ വിധിയുണ്ട്. ആരൊക്കെ എനിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കൺസേൺ ഹെൽപ്പ് ലൈൻ ഫോറംസിലേക്കൊക്കെ മെസ്സേജ് വരുന്നുണ്ട്. പക്ഷേ പലർക്കും വേണ്ട റിപ്ലൈ. ആ കുട്ടി എങ്ങാനും സൂയിസൈഡ് ചെയ്താലോ? ഇല്ല, ഷീസ് എ ബോൾഡ് ഗേൾ, ഷീ വിൽ ഫൈൽ കേസ്. ഓക്കെ. പിന്നെ അടുത്തത് അവരെന്തെങ്കിലും ചെയ്താൽ ഇവരെ ഭീഷണിപ്പെടുത്തി ഇനി എന്തെങ്കിലും ഉപദ്രവിച്ചാൽ അവരെ വിറ്റാനെ അതൊന്നും ഉപദ്രവിക്കില്ല, അങ്ങനെ ഉപദ്രവിക്കൊന്നും ഇവിടെ നടക്കില്ല. എന്നാലും അനങ്ങാനൊരു ചാൻസ് ഒന്നും ഇല്ല. അടിപൊളി. ഞാൻ ഏത് ഫോറൻസിലേക്കൊക്കെയാണ് വിറ്റതെന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് ഇതാണ് അവസ്ഥ. ഇനി എനിക്കിത് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഈ കമന്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവർ റിലേഷൻഷിപ്പിൽ മാത്രമല്ലോ, ലീഗലി മാരീഡ് അല്ല. ലീഗലി മാരീഡ് ആയിരുന്നെങ്കിൽ അവരെങ്ങനെ അടുത്ത ആൾ കഴിക്കും? ലീഗലി ഡിവോഴ്സ് വേണ്ടേ? അതാണ് നിങ്ങൾ ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ല, നിങ്ങൾ മ്യൂച്വലി കൺസെന്റിൽ പിരിച്ചിട്ടില്ല, വേറൊരു പെണ്ണിന് വീട്ടിൽ കയറ്റിയപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയതാണ്. ഇത്ര കാര്യം മുന്നിൽ ഒക്കെ പറഞ്ഞിട്ട് എല്ലാവരും വിഡികളൊക്കെ ആയിരുന്നു. ഇന്ന വിദ്യാർത്ഥികൾ പോട്ടെ, നമ്മൾ കൊട്ടത്തി അല്ലെങ്കിൽ ലൂസ് കേസ് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഇത്ര ആൾക്കാരുടെ മുന്നിലൊക്കെ നടത്തിയിട്ട് ഫംഗ്ഷനും ഇതൊക്കെ നടത്തി ഞാനത് കല്യാണം വിചാരിച്ചു, അത് കല്യാണം പറഞ്ഞു. പിന്നെ രജിസ്റ്റർ ചെയ്യുന്ന കാര്യം അതെല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് ഇവരും പറഞ്ഞായിരുന്നു. ഞാൻ ഉദ്ദേശിക്കുന്ന ആളാണ് ഈ മീഡിയയിലുള്ള ആൾ. എനിക്കറിയാം ഇയാളുടെ ഹോസ്കോപ്പിൽ നിന്ന് പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഇവരൊക്കെ ഭയങ്കര വലിയ കുടുംബമാണ്, ഇവരൊന്നും ചടിക്കില്ല. അങ്ങനെയാണ് അമ്മ പറയുന്നുണ്ട്, ഞാൻ സ്നേഹിച്ച ആൾ പറയുന്നുണ്ട്, ഇങ്ങനെ വലിയ വലിയ പൊസിഷനുള്ള ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യുക? അതെ, ഹീസ് എ വിക്ടിം ഓഫ് മാരിറ്റൽ അബ്യൂസ്. ഇങ്ങോട്ട് അങ്ങനെ പറഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചത്. കാരണം മുമ്പുള്ള ആൾ പുള്ളിക്കാരനെ പോയിസൺ കൊടുത്ത് കൊല്ലാൻ നോക്കി, അതുപോലെ തന്നെ മോശമായിട്ടുള്ള കണ്ടീഷനിൽ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറെ കൊണ്ട് എന്നെ കൊണ്ട് സംസാരിപ്പിച്ചു. ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് പുള്ളിയുടെ ജീവിതത്തിൽ. സത്യമാണ്. 2 ഒരു കസ്റ്റംസ് ഓഫീസറാണോ അത് വേറെ ഓഫീസറാണോ എനിക്കറിയില്ല. കേൾമോ കണ്ടെന്ന ടീച്ചറും പേര് ഞാൻ വേണമെങ്കിൽ നോക്കിയിട്ട് കിട്ടും. അപ്പോൾ ആ പുള്ളി എന്നിട്ട് പറഞ്ഞു, ഇതുപോലെ ഞാനും ഇവരും കൂടി വന്നപ്പോഴാണ് ഞാൻ മോശമായ സാഹചര്യത്തിൽ കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ വലിയ കാര്യം നമുക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നെങ്കിൽ സത്യമായിരിക്കുന്നു ഞാനൊന്ന് വിചാരിച്ചു. അപ്പോൾ പുരിയല്ല ഇപ്പോൾ പുരിയത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. മാരിറ്റൽ അബ്യൂസ്. ഹീസ് എ വിക്ടിം ഓഫ് മാരിറ്റൽ അബ്യൂസ്.
നിങ്ങൾ അർത്ഥം തെറ്റാണ് ഇതൊക്കെ പറയണേ. അടിപൊളി അടിപൊളി അടിപൊളി. പിന്നെ ഈ ഒരിക്കലൊന്നും പറയാത്ത വയ്ക്കാം, ടു മച്ച് അതാണ് കാര്യം. ഞാൻ എനിക്ക് ടൈം കിട്ടുമ്പോൾ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തായാലും ഇതൊന്നും കേസാവാൻ പോകില്ല എന്നുള്ളത് എനിക്കൊരു ഒരു ഉദ്ദേശം മനസ്സിലായി. അതുപോലെ തന്നെ ആരും സഹായിക്കാനുണ്ടാവില്ല എന്നും മനസ്സിലായി. പക്ഷേ ഇതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഈവൻ എന്നെ ജയിലിൽ കൊണ്ടുപോയിട്ടാൽ പോലും എനിക്ക് സമാധാനം. എന്തെങ്കിലും ഞാൻ പറഞ്ഞത് കാണുമല്ലോ എന്നൊരു സമാധാനം, എന്തെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യണല്ലോ. അപ്പോൾ ബാക്കിയുള്ളവരുടെ സ്ഥിതി എന്തായിരിക്കും എന്ന് ഞാൻ മനസ്സിലാവില്ല. ഇങ്ങനെ പേടിപ്പിച്ചിട്ടൊക്കെ നിർത്തുന്ന കാര്യം പാവപ്പെട്ട സ്ത്രീകൾ. ഞാനും പാവട്ടോ, ഞാൻ അത്ര വലിയ ഭയങ്കരമൊന്നുമില്ല. ബട്ട് എനിക്കിപ്പോൾ ജീവിക്കാൻ പ്രശ്നമൊന്നുമില്ല, കുറച്ച് ഡിപ്രഷൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ സപ്പോർട്ട് ചെയ്യേണ്ട പാരൻസ് ഉണ്ട്. സോ അതുപോലെ തന്നെ ആരെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള പ്രത്യേകിച്ച് കുഴപ്പങ്ങളുമില്ല. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർ എങ്ങനെ നിങ്ങൾ സഹായിക്കും? അതെനിക്ക് ഭയങ്കര ഡൗട്ട്. ഞാൻ ഇങ്ങനെ വായി കയറിയിട്ട് നടന്നതൊക്കെ ഒരു നാണക്കേടില്ലാണ്ട് പറയുന്നു. ഇങ്ങനെ ഉണ്ടാവുന്ന കോൺസിക്വൻസസ്, ഈവൻ ഇന്നെ ഡ്രസ് ഇല്ലാത്ത ചിത്രം പോലും പുള്ളി ചിലപ്പോൾ പുറത്തുവിടും. അതുപോലെ തന്നെ പലതരത്തിലുള്ള വീഡിയോ പറയും. ഇങ്ങനെ ആൾ വിഷം കൊടുത്തു എന്നൊക്കെ മുമ്പത്തെ ആ കാര്യം പറ്റി പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് ഓക്കെ, മരുന്ന് കൊടുത്തിട്ട് തെറ്റിച്ചെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. കുറച്ച് കുറവാ, അത്രയ്ക്ക് തെറ്റി പറഞ്ഞിട്ടില്ല. എന്തോ നോക്കിയേണ്ട സ്നേഹം, അല്ലെങ്കിൽ ലൂസ് മോഷനൊക്കെ കഴിയേണ്ട സ്നേഹമായിരിക്കും അതെന്ന് വിചാരിക്കണം. അത് മരുന്നിൽ ഒതുക്കിയത്. പിന്നെന്താ ആരെന്നെ പറ്റി പറഞ്ഞാൽ എന്തൊക്കെ ചെയ്യുന്നക്കാരൊക്കെ പറഞ്ഞായിരുന്നു, ഞാൻ കണ്ടായിരുന്നു അത്. Oh my god, അടുത്ത interesting comment. He is alive today because of the doctors who did the surgery, his family members who made critical decision about his surgery, oh my god, and treatment, his wife. Thank God, please. If Elizabeth did something beneficial for him, she would have mentioned. Actually mentioned ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലത്ത് ഈ ചേച്ചി കണ്ടിട്ടുണ്ടായിരിക്കില്ല. Neither Elizabeth is talking about their past relationship because they ended it mutually. ഇന്റർവ്യൂവിൽ ഞാൻ മ്യൂച്വലി ആരായിട്ടും ഞാൻ എന്റെ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്തിട്ടില്ല. പേടിച്ചിട്ട് മിണ്ടാണ്ടിരുന്നുണ്ട്, ഇത്ര കാലം പേടിച്ചിട്ട് മിണ്ടാണ്ടിരുന്നുണ്ട്. പക്ഷേ ഇത്ര വൃത്തിയോട്ടൊക്കെ കമന്റ് ഇത്ര കാലമായിട്ട് നിർത്തിയിട്ടില്ല എന്ന് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാണ്ട് ഇതൊക്കെ ഇരുന്നതാണ്, ശരിക്കും സഹിക്കാൻ പറ്റാണ്ടിരുന്നത്. Don't pull Elizabeth unnecessarily and spoil her name. Oh my god, just name spoil ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. If you care for Elizabeth, just keep your mouth shut and let her live her life. ഞാൻ ലിവ് ചെയ്യുന്ന ലൈഫ് ഭയങ്കര ലൈഫായിട്ട് ഇപ്പോൾ നിങ്ങളൊക്കെ തന്ന ലൈഫ് ഭയങ്കര അടിപൊളിയാണ്. പിന്നെ കമന്റില്ലേ ഡോക്ടേഴ്സ് കൂടിയിട്ട് സർജറി പറയാൻ പറ്റില്ല, ഭയങ്കര നന്ദിയുണ്ട്. സുധീന്ദ്രൻ സാറ് രക്ഷയില്ല. അത് മാത്രമല്ല ഒരു ഡോക്ടറിന്റെ പേര് ഓർമ്മയില്ല, പക്ഷേ ഭയങ്കര സപ്പോർട്ടീവായിട്ട് മനുഷ്യനായിരുന്നു. പക്ഷേ അവരൊക്കെ ഇന്നെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്കറിയില്ല, പക്ഷേ അവരൊക്കെ അടിപൊളിയായിരുന്നു, വലിയ ആൾക്കാരാണ്. ഐ എം ഫാൻ. പിന്നെ ഡോണറിന്റെ കേസ് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഒരു പരിചയമില്ലാത്ത ആൾ വന്നാണ്. പക്ഷേ അതിൽ വേറെ കുറേ കളികളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഓൾറെഡി വലിയ വീഡിയോ ഞാൻ വലിയ വീഡിയോ അറിയില്ല. അതിന്റെ കളി കുറച്ച് സ്പെഷ്യൽ ലുക്കുകളാണ്, അത് ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഇതിപ്പം പ്രത്യേകിച്ച് ഇതിപ്പോൾ ഒന്നും ഉണ്ടാകാൻ പോകുന്നല്ലോ, അപ്പോൾ അത് പിന്നെ പറയാം. പിന്നെ ഹിസ് ഫാമിലി മെമ്പേഴ്സ് ഹു മേഡ് ക്രിട്ടിക്കൽ ഡിസിഷൻ. ഇങ്ങനെ ഈ കോമയിലേക്ക് പോവുക, പാരലൈസ്ഡ് ആവുക, ഇയാൾ വെന്റിലേറ്ററിലാക്കുക, അതുപോലത്തെ ഡിസിഷനിലൊക്കെ ഇവരുടെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ ഞാനുണ്ടായിരുന്നു, പുള്ളിയുടെ ഒരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു. രാത്രി 5 മണിക്കാണ് പുള്ളിനെ ഐസിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം, വീണ്ടും ബ്ലീഡിംഗ് ആയിട്ട്. INR ക്രിട്ടിക്കൽ. പുള്ളി ഭയങ്കര അക്രമമായിരുന്നു, ടെൻഷൻ അടിച്ച് തത്തു എന്ന് പറയാം. അതൊക്കെ ഇപ്പോൾ വെറുതെ വേറെ കാര്യമായിരുന്നല്ലോ അവിടെ. പിന്നെ അവരെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവർ അപ്പം തന്നെ ബുക്ക് ചെയ്തിട്ട് എന്തിനാ വന്ന് എനിക്കറിയില്ല. വന്നിട്ട് സർജറിയുടെ സമയത്ത് പുള്ളിയുടെ ബ്രദറും അതുപോലെ തന്നെ ചേച്ചി എത്തി. എന്നിട്ട് നെക്സ്റ്റ് ഡേ അവർ പോവുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഒരു പണിക്കാരി പോലെയാണ് കണ്ടിരുന്നത്. ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ തീറ്റും മൂത്രമൊക്കെ കഴുകുക, അത് കഴിഞ്ഞിട്ട് പോയിട്ട് നിങ്ങൾ പോയി പണി നോക്കിക്കോ, എൻ്റെ ക്രെഡിറ്റ് ഒക്കെ എൻ്റെ ആൾക്കാണ്. അതായിരുന്നു നിങ്ങളൊരു മെൻറ്റാലിറ്റി. എന്നാൽ മിനിമം ആ ചെയ്ത കൂലിക്ക് നമുക്ക് ഒന്ന് കാശൊക്കെ തരേണ്ടത്. സീരിയസ്ലി നമ്മളൊരു പണിക്ക് വെക്കുമ്പോൾ നിങ്ങൾ ഭാര്യയില്ലെന്ന് പറഞ്ഞു, പിന്നെ എന്തിൻ്റെ ഞാൻ നിങ്ങളുടെ ഈ മോഷനൊക്കെ കഴുകുക, അതുപോലെ തന്നെ രാത്രി ഉറങ്ങാണ്ടിരുന്നിട്ട് നിങ്ങളുടെ ട്രിപ്പ് തീരുമോ നോക്കുക, നിങ്ങളുടെ അത് കഴുകുക ഇത് കഴുകുക, നിങ്ങളുടെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുക. അവരും പറഞ്ഞു ഇനിയൊരു സ്ത്രീയും ഈ വീട്ടിൽ കയറില്ല, ഇന്റെ പ്രോമിസാന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറഞ്ഞായിരുന്നു അവരുടെ വീട്ടിൽ നിന്ന്. കുറേ കാലമാകും പല പെണ്ണുങ്ങളായിട്ട് നടക്കണം. ഇനി എലിസബത്തിന് ഞങ്ങൾക്ക് വിശ്വാസമാണ്, ഇനി വേറൊരു പെണ്ണും കയറില്ല എന്നുള്ളത് ഞങ്ങളുടെ ഉറപ്പാണ്. അവരെനിക്ക് ഒന്നുകൂടി ഉറപ്പ് വന്നിട്ട് പോയത്. പക്ഷേ പുള്ളിയുടെ ഹെൽത്ത് റെഡി ആയപ്പോൾ ആർക്കോ വാക്കുമില്ല, ആൾക്കാരെ കാണുന്നില്ല, പിന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പോയി. അടിപൊളി. അവരോടൊന്നും എനിക്ക് വിഷമില്ല, ഭയങ്കര സ്നേഹം മാത്രം. പക്ഷേ വീണ്ടും ഇത്രയൊക്കെ നമ്മൾ വേണ്ട ഇതിൽ ഇടപെടണ്ട ഇന്ന ഈ പേടിച്ചിരുന്ന എന്നെ കൊണ്ട് പോയി 37 മിനിറ്റ് വീഡിയോ ആയിട്ടും എന്നെ നിർത്തിക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് കാരണം. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഒരു കുറച്ച് കാലം കൂടുതൽ താമസിച്ചാണല്ലോ. അപ്പോൾ അതൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഉണ്ടായി തന്നെ ഒന്നെങ്കിൽ തോക്കായിട്ട് വരും, വാളായിട്ട് വരും, അല്ലെങ്കിൽ കൊണ്ടുവരണം വരും. അല്ലെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കണം ഞാൻ കുറവ് കണ്ടോണം. അല്ലെങ്കിൽ മീഡിയയിൽ വന്നിട്ട് ഭയങ്കര അറ്റാക്ക്. പക്ഷേ ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പ്ലാനിങ് ആണ് മനസ്സിലായി. ഈ ട്രഡീഷണൽ വുമൻ അല്ലാത്ത എന്നല്ലേ ഒരാൾ ഇനി ഉണ്ടാവില്ല, വന്നില്ലെങ്കിൽ ഇറങ്ങി പറഞ്ഞപ്പോൾ തന്നെ ഇറങ്ങി പോയത്. അല്ലെങ്കിൽ കൊലസ്ത്രീയും അല്ലെങ്കിൽ എന്താ ട്രഡീഷണൽ വുമനൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഇറങ്ങി പോകും. അതുകൊണ്ടല്ലേ അമ്മയൊക്കെ വന്നിട്ട് താലിട്ടപ്പോൾ അമ്മയ്ക്കുള്ള പ്രസൻസിൽ താലിട്ടപ്പോൾ വിശ്വസിച്ചത്, ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആയത്. അവിടെ വെച്ച് തന്നെ പലതും സംഭവിച്ചത്. ഇന്നത്തെ കാര്യത്തിനെ പറ്റിയിട്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ഇത്രയ്ക്ക് മോശമായിട്ട് ഒരു കുട്ടീനെയും ഇതൊക്കെ ആയിട്ട് പറ്റി പറയുമ്പോൾ നിങ്ങൾ പലരെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്ര കാലം നിങ്ങളുടെ പല ക്രിമിനൽ കഥകൾ വരുമ്പോൾ നിങ്ങൾ സെന്റിമെന്റ്സ് ചേർന്ന ആ കുട്ടിയുടെ പേരില്ല. അതിനെ നിങ്ങളും കാണിക്കോ. എത്ര പ്രാവശ്യം അവരുടെ ഫോൺ ലീക്ക് ചെയ്ത് പല മീഡിയകൾക്കും കൊടുത്തിട്ട് അയ്യോ എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. മുമ്പൊക്കെ അതൊക്കെ കേസൊക്കെ കൊടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ എത്ര ആൾക്കാരെ നിങ്ങൾ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്നത് എന്താ പറയാം. നമ്മൾക്ക് എന്ത് പറഞ്ഞാൽ അതിനൊന്നും കാര്യമില്ല. ഇതിൽ ഞാൻ ഇങ്ങനെ കിട്ടുമ്പോൾ നാളെ കേസ് വരെയായിരിക്കും, കുഴപ്പമില്ല. ഞാൻ എല്ലാത്തിനും തയ്യാറായിട്ടാണ് ഇതിൽ ഇറങ്ങിയാണ്. എനിക്ക് മതിയായി പേടിച്ചിരുന്നിട്ട് ലൈഫ് ലോങ് ഞാൻ പേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ ഓക്കെ നിങ്ങൾ പോലീസ് പിടിച്ചിട്ടേക്കും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് മാസം വന്നിട്ട് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ കുറച്ചാലും ജയിലിൽ ഇട്ടിട്ട് നമ്മുടെ ചെറുത്താനെ നിർത്തിയ പോലെ ജയിലിട്ട് ഫോട്ടോ എടുത്തിട്ട് നാണം കിട്ടും. ആക്ച്വലി ഇത്രയ്ക്ക് നാണം കിട്ടുന്നതാണ്. ഇപ്പോൾ ജയിലിൽ വരുമ്പോൾ കൂടുതൽ നാണം കിട്ടുന്ന ആൾക്കാർക്കൊക്കെ ചെറിയാണ്. മൈ ഗോഡ്, ഇയാളുടെ കൂടെ ഇറങ്ങിപ്പോയിട്ടില്ലേ, ആരെങ്കിലും പോവോ ഇയാളുടെ കൂടെ? എനിക്കന്നും അതൊന്നും പുരിയല്ലേ, ഇപ്പോൾ പുരിയത് അങ്ങനെ. അപ്പോൾ അത്ര നാണം കിട്ടിയിരിക്കുന്ന എനിക്ക് ഞാൻ ഓൾറെഡി ഒരു ജയിൽ പോലത്തെ അവസ്ഥയൊക്കെ വന്നത്. അപ്പോൾ പുതിയ എനിക്ക് ഗവൺമെന്റ് ജയിലിന് ഇത്തിരി വിശ്വാസമുണ്ട്. അതിലൊക്കെ നടടിയിട്ടുണ്ടെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് സിനിമയിലൊക്കെ. അതൊക്കെ ഉണ്ടോന്നില്ല, കുഴപ്പമില്ല. ഇത്രയും നമ്മൾ അടി കിട്ടാനും നല്ല പ്രാക്ടീസ്ഡ് ആയിട്ട്, അതുപോലെ തന്നെ പല വ്യത്യസ്ത രീതിയിലുള്ള അറ്റാക്കൊക്കെ നമ്മൾ ചെയ്യാൻ പ്രാക്ടീസ്ഡ് ആണ്. അതുകൊണ്ട് അതും വലിയ കുഴപ്പമില്ല. പിന്നെ ഭക്ഷണം കിട്ടുമല്ലോ. എനിക്ക് 3 ദിവസം ഭക്ഷണം കിട്ടാൻ പറ്റുന്നുണ്ട്. നമ്മുടെ റൂമിലൊക്കെ പൂട്ടിയിട്ടിട്ട്. സോ ടാപ്പ് വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട്. അത്രയ്ക്കൊന്നും ജയിലിൽ വരില്ല എനിക്ക് തോന്നുന്നു. സോ അതൊന്നും വലിയ കുഴപ്പമില്ല, അഡ്ജസ്റ്റബിൾ.
ഞാൻ എന്തിനും ഇതിയാണ്. നിന്റെ വീട്ടുകാരെന്നാണെങ്കിലും കുഴപ്പമില്ല. വീട്ടുകാർക്ക് നിന്റെ സമാധാനത്തിന് എന്താ തോന്നിയിട്ട് നീ ചെയ്തോന്നു പറഞ്ഞു. കാരണം ഞാൻ കുറേ കാലമായിട്ട് ഇനി എത്ര കാര്യത്തിൽ പെടും. ഞാൻ ഞങ്ങളുടെ കല്യാണ സമയത്ത് ഒരു ആയുർവേദ ഡോക്ടർ വന്നിട്ട് വീട്ടിൽ വന്ന പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ കുറേ മെസ്സേജുകൾ എൻ്റെ കയ്യിലുണ്ട്. അവർ എനിക്കറിയില്ല നിന്നോട് പട്ടി കേസാണ് പറഞ്ഞത്, പിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കാന്നൊക്കെ എന്നോട് പറഞ്ഞു. അന്ന് ഞാൻ അതും വിശ്വസിച്ചു. അപ്പോൾ അവരുടെയൊക്കെ പ്രായമായിരിക്കും ഇപ്പോൾ ഞാൻ ഈ അനുഭവിക്കുന്നത്. കുഴപ്പമില്ല, നമ്മൾ അനുഭവിക്കുന്ന സാധനങ്ങൾ നമ്മളല്ലാണ്ട് വേറെ ആരെങ്കിലും അനുഭവിക്കും. പക്ഷേ ഇത് ഭയങ്കര മോശം ആണ് ഈ കുട്ടീനെ പറ്റിയിട്ട് പറയുന്നത്. ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ പല കേസുകളിലും നിങ്ങളെ ഡൈവേർട്ട് ചെയ്തൊറ്റ കാരണം നിങ്ങളുടെ കുട്ടികളുടെ കരച്ചില്ല. ഇവൻ എനിക്ക് ഇഷ്ടം തോന്നിയതൊക്കെ നിങ്ങൾ ഡാഡി ഉണ്ട് പറഞ്ഞിട്ട് ഒരു കരച്ചിൽ കഴിഞ്ഞിട്ട് പുള്ളിക്കാരുടെ ബർത്ത്ഡേക്ക് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ കരച്ചിലാണ് വീണത്. അങ്ങനെ പല പെണ്ണുങ്ങളും ആ ഇതിൽ തന്നെ വീണത്. ഇനി നിങ്ങൾ അതുപോലത്തെ ഒരു സിമ്പതിക്കുള്ള പരിപാടി നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം. കാരണം ഇത്ര കാലം ഒരുമിച്ച് താമസിച്ചുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അടുത്ത മൂവ് ഏകദേശം ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത ന്യൂസ് ഇതായിരിക്കും. അതുവരെ നിങ്ങളൊന്നും മിണ്ടില്ല. അടുത്ത ന്യൂസ് ആ സംഭവമാണ്. വെയിറ്റിംഗ്, ഐ ആം വെയിറ്റിംഗ്. നമ്മൾ വിജയ് സാർക്ക് പറയില്ലേ, അതാണ്. എൻ്റെ ദൈവം ഇതൊന്നും നിൽക്കണില്ലല്ലോ. ഞാൻ ടൈം എടുത്തിട്ട് കൂടി എന്തായാലും അത് അടിപൊളിയാണ്. കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അടിപൊളി. ആ സീരിയസ്ലി അത് വലിയൊരു കേസാണ്. കാരണം എന്താ വെച്ചാൽ ഈ കസ്തൂരിന്ന് വന്ന കുറേ സ്ക്രീൻഷോട്ടുകൾ ഞാൻ കഴിഞ്ഞ വർഷം ഇട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി പലരും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ആ പല ഒന്നും ഇപ്പോൾ 2 കസ്തൂരിയുടെ ഞാൻ ഓൾറെഡി പറഞ്ഞു 2 കസ്തൂരിയുടെ അക്കൗണ്ടിൽ നിന്ന് കമന്റ് തന്നെ മാത്രമല്ല പഴയ കമന്റുകൾ പലതും ഹൈഡ് വെച്ചിട്ടുണ്ട്, ഡിലീറ്റ് വെച്ചിട്ടുണ്ട്. ഞാൻ രണ്ടും പറയാൻ കാരണം ഞാൻ ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ പോസ്റ്റ് അവർ ഹൈഡ് ചെയ്താൽ ഓക്കെ ഇപ്പോൾ നോക്കുമ്പോൾ കാണാമല്ലോ എന്ന് പറയും. സോ രണ്ടു വേണമെങ്കിൽ എനിക്ക് എന്തായാലും കാണാൻ. അതുപോലെ തന്നെ ആ സ്ക്രീൻഷോട്ടിൽ പല കാര്യങ്ങളും ഇപ്പോൾ അതിൽ മോഡിഫൈ ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ടുള്ള കമന്റുകളാണ് ഇപ്പോൾ പലതും. അങ്ങനെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സോ അവരെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്താ പ്ലാൻ ചെയ്യണമെന്ന് അറിയില്ല. ആ പ്ലാൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് അവർ അതൊക്കെ ഒന്ന് മാറ്റി കുട്ടി എന്തായാലും വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ എല്ലാം ഒന്നൊരു മയത്തിൽ പറഞ്ഞിട്ടുണ്ട്. മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഭയങ്കര ഒരു വൃത്തിയായിട്ട ലാംഗ്വേജിൽ പറഞ്ഞിട്ടായിരുന്നു അവരുടെ ആക്ച്വൽ ലാംഗ്വേജിൽ. ഇപ്പോൾ പക്ഷേ കുറച്ച് മയം വന്നിട്ടുണ്ട്. ഒരു വാക്കിനൊക്കെ ശുദ്ധി വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ബാഡ് വേർഡ് കൂടി കണ്ടപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി നിങ്ങളെ ആണ് ഓർമ്മ വന്നത്. ഓക്കെ, ആക്ച്വലി ഇനിയൊരു വേറെ കമന്റ് കൂടി എനിക്ക് മിസ് ആയിട്ട് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഹസ്ബൻഡായിട്ട് വിചാരിക്കുന്ന ആളാണ്. ഞാനെന്തിനാ പേഷ്യൻ്റായിട്ട് കാണുന്നത്. ഇതിന്റെ ട്രീറ്റ്മെന്റിൽ ആണെങ്കിലും ഒരു ലിവർ പേഷ്യന്റ് അല്ലെങ്കിൽ സിറോസിസ് ആയിട്ട് വന്നിട്ടുള്ള ആളൊക്കെ എന്തിനാ ഒരു MBBS ടെസ്റ്റ് കഴിഞ്ഞ കുട്ടീനൊക്കെ കണ്ട ആവശ്യം. അത് ഇത്ര വലിയ കാശുള്ള ആൾ ഇത് അത്ര വലിയ പൊസിഷനൊക്കെ ഉണ്ടോ. മൈ ഗോഡ്. പിന്നെ ഇവര് ഭയങ്കരമായിട്ട് ഇവർ വിട്ടിട്ടില്ല. ഞാൻ തന്നെയാണ് പുള്ളിക്കാരി കുറച്ച് മുമ്പ് പറഞ്ഞു പുള്ളിക്കാരി എന്താണ് ഡോക്ടറിനോടൊക്കെ നന്ദി പറയണം. ഇപ്പം ഞാൻ പറഞ്ഞു ഇന്റെ പേഷ്യൻ്റാണ്. അപ്പോൾ എന്നോട് നന്ദി പറഞ്ഞത് സത്യത്തിൽ ഞാൻ പുള്ളിക്കാരനെ ട്രീറ്റ് ചെയ്തിട്ടില്ല. പിന്നെ അപ്പോൾ ഫോളിംഗ് ഇൻ ലവ് ബിക്കോസ് ഹീസ് ആൻ ആക്ടർ സംതിങ് ഷോസ് ഇറസ്പോൺസിബിലിറ്റി ആൻഡ് ഇമ്മച്യൂരിറ്റി. അപ്പോൾ നടന്മാരനോടൊന്നും ആർക്കും പ്രേമം തോന്നാൻ പാടില്ലേ. സത്യം ഞാൻ പറഞ്ഞു ഞാൻ പുള്ളിയുടെ ഡോക്ടറല്ല. ഞാൻ ഒരു തരത്തിലും പുള്ളിനെ ട്രീറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഓക്കെ മാരേജെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ഞാനിപ്പോഴാണ് ട്രീറ്റ് ചെയ്തതെന്ന് പറയണം. അത് ഇതിൻ്റെ ഭയങ്കര വിനീതമായ റിക്വസ്റ്റാണ്. ഇതിനു മുമ്പ് ഞാൻ മോശമായിട്ടുള്ള രീതിയിൽ ഇവർ കമന്റ് ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വേറെ തരത്തിലുള്ള എഡിറ്റഡ് വേർഷനാണ്. 10 ദിവസം മുമ്പ് വന്ന വീഡിയോ 8 ദിവസം മുമ്പ് ഒരു കമന്റ് ഉണ്ടായിരുന്നു. അത് ഡിലീറ്റ് ആക്കി ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ ഡിലീറ്റ് ആക്കി പുതിയ കമന്റ് എടുത്താണ്. അതിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷൻ. അതിന് പറ്റാണ് നമുക്ക് ഇതൊന്നും കണ്ട വലിയ വിഷമം തോന്നില്ല. കാരണം കഴിഞ്ഞ ദിവസത്തെ കമന്റ് കണ്ടപ്പോൾ നന്നായിട്ട് വിഷമം തോന്നി. ഓക്കെ, ആള് വളറബിൾ പൊസിഷനിലായ കാരണമാണ് റിലേഷൻഷിപ്പ് അക്സെപ്റ്റ് ചെയ്തത്. ആക്ച്വലി ഞാൻ ഈ താലി എൻ്റെ കഴുത്തിൽ ഇടുമ്പോൾ എനിക്ക് പുള്ളിക്ക് ഇങ്ങനത്തെ പ്രശ്നം എനിക്ക് അറിയുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ജീവിതകഥ മൊത്തം പറയുമ്പോൾ എനിക്ക് ദൈവം കൊണ്ടുവന്നതാണ് നിന്നെ സംരക്ഷിക്കാൻ നിന്നോട് പറഞ്ഞിട്ട് പറഞ്ഞ ആൾ അവസാനം ഞാൻ സംരക്ഷിക്കേണ്ടി വന്നതാണ് അതിൻ്റെ ഒരു കഥ. അതായത് ഞാൻ അറിയാണ്ട് ഞാൻ ഓക്കെ ഈവൻ ഞാൻ ഇഷ്ടപ്പെട്ട ആൾക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും എനിക്ക് കുഴപ്പമില്ല. എൻ്റെ പ്രേമം അത് ബേസ് ചെയ്തിട്ടല്ല. ഞാൻ ഒരാളിനെ ഇഷ്ടപ്പെട്ടു അത്രേ ഉള്ളൂ. പക്ഷേ അതൊന്നും ആൾക്കാർക്ക് മനസ്സിലായില്ല. വേറെ കാര്യം in seems they were not compatible due to their professional, cultural, religious differences. So they mutually ended their relationship. ഈ മ്യൂച്വലി എൻഡ് ചെയ്യാൻ നിങ്ങളാണോ ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് നിന്നുണ്ടായിരുന്നത്? ഞാൻ എൻഡ് ചെയ്തിട്ടില്ല. മ്യൂച്വലി എൻഡ് ചെയ്തിട്ടില്ല. ഞാൻ ഡിവോഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നിങ്ങൾ എങ്ങനെയാണ് അത് മ്യൂച്വലി എൻഡ് റിലേഷൻഷിപ്പ്? ഞാൻ എഴുതപ്പെട്ടു കല്യാണം കഴിച്ചപ്പോൾ അയാൾ വേറെ പെണ്ണുകളൊക്കെ ഫ്ലാറ്റിൽ കൊണ്ടുവരുന്നതൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നു. നമ്മൾ മക്കളെ വിളിച്ച് പറയുമല്ലോ കുറച്ച് കാലം കൂടെ നന്നല്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യമൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നു. പക്ഷേ ഞാൻ കല്യാണം കഴിക്കുന്നു വിചാരിച്ചില്ല. അത് ഓൾറെഡി അറിഞ്ഞിട്ടാണ് ഞാൻ അതിൽ പോകുന്നത്. അതിപ്പോൾ നിങ്ങൾ എന്താക്കി ഓക്കെ എന്തെങ്കിലും ആകട്ടെ. പിന്നെ ഓക്കെ അതിനെ പറ്റിയിട്ട് ഞാനൊന്നും പറയുന്നില്ല. There is no point in bringing his past or the woman's past. Oh my God, very much too much comedy. കാരണം ഇതിന്റെ പാസ്റ്റ് എടുത്തിട്ടൊക്കെയാണ് എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നത്. ഒരാളുടെ പേരൊക്കെ ആകെ കണ്ടുപിടിച്ചിട്ട് എനിക്ക് അപ്പോൾ തന്നെ അതിന്റെ ഞാൻ ആക്ച്വലി ആ കമന്റ് ഫസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇതിനെ പറ്റിയിട്ട് ഹിസ്റ്ററി മൊത്തം പഴയ ഹിസ്റ്ററി എടുത്തിട്ടൊക്കെ ഇതേ പറ്റി ഞാൻ പറയും എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അത് പല സമയത്ത് ഞാൻ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഞാൻ പല മെഡിക്കൽ വീഡിയോ ഇട്ടിരുന്നു. അങ്ങനത്തെ ഒരു വീഡിയോ ആസാനം. അപ്പോൾ അതിന്റെ അടിയിൽ വന്നിട്ട് പിന്നെ ഇതേപോലെ ഭീഷണികൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഡിലീറ്റ് ചെയ്തു ആ കമന്റൊക്കെ. കാരണം എന്തിനാ ഇങ്ങനെ ഇതുപോലെ റിയാക്ട് ചെയ്യേണ്ട ആവശ്യം വേണ്ടല്ലോ. നമ്മൾ റിയാക്ട് ചെയ്യാൻ പോയാൽ ഇങ്ങനെ കണ്ടിന്യൂസ്ലി റിയാക്ട് ചെയ്യും. നമുക്ക് അതിനെ ഒരു റെസ്പോൺസും കിട്ടില്ല. നമുക്ക് നീതിയൊന്നും കിട്ടില്ല. എനിക്ക് പണ്ടേ മനസ്സിലായിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടും ഈവൻ എനിക്ക് ഒരു അടി കിട്ടിയിട്ട് നമ്മൾ സ്റ്റേഷൻ്റെ പേര് പറഞ്ഞ കുഴപ്പമുണ്ടാവുമെന്നൊക്കെ അറിയും. നമ്മൾ സ്റ്റേഷനിലൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റേഷനൊക്കെ വന്നപ്പോഴേക്കും ഇയാൾ വന്ന് ഓടി വേറെ സ്ഥലത്തേക്ക്. അപ്പോൾ അവർ പറഞ്ഞു റിട്ടേൺ കംപ്ലൈൻറ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടമാണല്ലോ. അപ്പോൾ നമ്മൾ റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുത്തില്ല. പക്ഷേ ആൾ തിരിച്ച് വീട്ടിൽ വരുന്നില്ല. ഞാൻ ഇറങ്ങി പോയാലാണ് പുള്ളി വരുമെന്നാണ് ഡിമാൻഡ്. അപ്പോൾ ഓക്കെ നമ്മളിപ്പോൾ ഇറങ്ങി പോകേണ്ടിരുന്ന കാര്യമില്ല. അതിന് മുമ്പ് ഇതിൻ്റെ ഇടയിൽ എന്താ വെച്ചാൽ ഈ വീട് വിട്ട് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഒരു നായ്ക്കുട്ടി ഭയങ്കര നായ്ക്കുട്ടിനെ. അപ്പോൾ ഞാൻ നായ്ക്കുട്ടിനെ എടുത്തിട്ട് പോകുന്ന നായ്ക്കുട്ടിനെ ഞാൻ കട്ടിട്ട് പോകുന്നു പറയും. കാരണം മുമ്പ് ഇതാണ് ഞാൻ ഈ 6 മാസം മുന്നേ വന്നതിന് സെറ്റ് ടൈം പറഞ്ഞില്ലേ. ആ സമയത്തിനെ പറ്റി പറഞ്ഞിട്ട് പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു 25 ലക്ഷം രൂപ കട്ടെടുത്തുകൊണ്ട് പോയതാണ്. പിന്നെ എല്ലാവർക്കും തൊട്ട് അങ്ങനെ 25 ലക്ഷം രൂപ കട്ടെടുത്ത് പോയ ആളെ പിന്നെ വീണ്ടും വിളിച്ചിട്ട് വീട്ടിൽ വീട്ടിൽ ഹോസ്പിറ്റലിലേക്ക് വയ്യാണ്ട് എടുക്കുമ്പോൾ വീണ്ടും വിളിച്ച് വരുന്നത്. കാരണം പുലർച്ചെ 3 മണിക്കാണ് വിളിച്ചിട്ട് ചോര ശബ്ദിക്കുമ്പോൾ വിളിച്ചിട്ട് വരുന്നത്. അവിടെ ആരുമില്ല സൈൻ ചെയ്യാൻ പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ ആ ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടാവും ദൈവത്തിന് അറിയാം. കാരണം അവിടെ ഡോക്യുമെന്റേഷൻ്റെ ഇതൊക്കെ ഇതിൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അറിയില്ല പക്ഷേ ദൈവം എല്ലാതും കാണുമല്ലോ. അത് വേറെ കാര്യം. അപ്പം അങ്ങനെ
അപ്പോൾ ഡോഗിനെ എടുത്ത് കൊണ്ടുവരാൻ പറ്റില്ല. ഡോഗിനെ വിട്ടിട്ട് പോയ ഭക്ഷണം ഇനി തിരിച്ചു വന്നില്ലെങ്കിലോ? അപ്പോൾ ഞാൻ അപ്പത്തെ ഭക്ഷണം കൊടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ ലോയറിനെ വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ ഇറങ്ങി പോയാൽ കുഴപ്പമുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു ലെറ്റർ ആക്കിയിട്ട് ഇറങ്ങി പോയിട്ട് ആളെ ഇൻഫോം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇൻഫോം ചെയ്യും എന്ന് പറഞ്ഞിട്ട് ചാവി കൊടുത്തിട്ട് പോയാന്ന് പറഞ്ഞിട്ട്. കാരണം ഫ്ലാറ്റിന്റെ സെക്യൂരിറ്റിയും താക്കോൽ വെച്ചിട്ടില്ല, കാരണം പോലീസൊക്കെ വന്ന കേസില്ല, അവർ താക്കോൽ വെച്ചില്ല. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ സംഭവം ഇങ്ങനെ അടിച്ചിട്ട് നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തില്ല, അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് സംഭവം പറഞ്ഞു. പക്ഷേ അപ്പോൾ പറഞ്ഞത് നിങ്ങളുടെ കുടുംബ പ്രശ്നം നിങ്ങൾ തീർക്ക്, അല്ലാണ്ട് ഇവിടെ കംപ്ലൈന്റ് കൊടുത്തിട്ട് കാര്യമില്ലാന്നാണ് അവർ പറഞ്ഞത്. ആക്ച്വലി ഞങ്ങൾ ലോയർ പറഞ്ഞത് ആ റെസിപ്റ്റ് കൊടുത്തിട്ട് എന്താണ് ലെറ്റർ കൊടുത്തിട്ട് താക്കോൽ കൊടുത്തിട്ട് ഒരു റെസിപ്റ്റ് വാങ്ങാനാണ് പറഞ്ഞത്. കാരണം എന്തുവേണമെങ്കിലും അവസാനം അവിടെ കട്ടെടുത്ത് പോയി എന്തുവേണമെങ്കിലും അടിച്ചു കൊടുക്കുന്ന എന്തുവേണമെങ്കിലും പറയാം, കാരണം നാക്കിനില്ലാത്ത എന്തുവേണമെങ്കിലും പറയാം. സോ ആ ഒരു കാര്യം പേടിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്തു, പക്ഷേ പേടിച്ചില്ല. അതിന് മുമ്പ് പിന്നെ ഒരു പോലീസ് സ്റ്റേഷൻ, പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഇന്ന് എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. ആളുടെ പേരും നമ്പർ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ സ്റ്റേഷനിൽ വന്നാണോ അതുപോലെ ഗുണ്ടകൾ വിളിച്ചാണോ പേടിപ്പിക്കാൻ അറിയില്ല. ആളൊരു കംപ്ലൈന്റ് തന്നിട്ട് ഞാനാണ് ഉപദ്രവിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ കയ്യിലൊക്കെ കോറിലുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ആ വീഡിയോ കണ്ടു, ആ കോളൊക്കെ അയച്ചു കൊടുത്തു, പല സ്ഥലത്തേക്ക് അയച്ചു കൊടുത്തു, വക്കീലിനെ അയച്ചു കൊടുത്തിട്ടുണ്ട്, പോലീസുകാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, പല സ്ഥലത്തേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന്റെ കഴുത്തൊക്കെ പിടിച്ചിട്ട് ഒരു മൽപ്പിട്ടൊക്കെ നടന്ന് അടിച്ചിട്ടൊക്കെയാണ് ഇതിന്. ആ സമയത്ത് നമ്മൾ മരണപ്രായത്തിൽ പലതും ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു കോറിലൊക്കെ വന്നു വരാം. അതായിരിക്കും ഉണ്ടായിരുന്നു. മുടിയൊക്കെ പിടിച്ച് വെച്ചൊക്കെ ഓർമ്മയുണ്ട്. കറക്റ്റ് സംഭവങ്ങൾ എനിക്കിപ്പോൾ അന്നത്തെ കുറച്ച് ഫോട്ടോകൾ ചോര വന്നത് കയ്യിൽ ചോര വന്ന സാധനമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നീര് വന്ന് ഞാൻ എൻ്റെ മുഖം അന്ന് ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി ഇങ്ങനെ പിച്ചി മാന്തി പോയിട്ടുള്ള കുറേ ഫോട്ടോകൾ പോലീസ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞ് ഇന്ന് ഭീഷണിപ്പെട്ടിട്ട് പുള്ളി കേസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ പേരിൽ കംപ്ലൈന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തിരിച്ച് കോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി ഉണ്ടായ സമയത്ത് ഞാൻ അപ്പോൾ തന്നെ ഇൻ ബിറ്റ്വീൻ ദ സിറ്റുവേഷൻ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ വിളിച്ചോടെ നിങ്ങൾ ക്യാമറ നോക്കിയാൽ കോളിൻ്റെയും നിങ്ങളുടെ ആ ക്യാമറ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും അയാൾക്ക് ഇറങ്ങി പോയിട്ടുണ്ടെന്നതും. അതുപോലെ തന്നെ പോലീസുകാർ ഇതിന്റെ മുഖം ഇതൊക്കെ കണ്ടതാണ്. അവരോട് റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തു. അവർക്ക് പേടിയാണ് റിട്ടേൺ കംപ്ലൈന്റ് ഇല്ലാണ്ട് വരുന്ന കേസ് ആക്ഷൻ എടുക്കാൻ. അങ്ങനെയൊക്കെ പറഞ്ഞു പോയ കാര്യം. എന്നിട്ട് പിറ്റേ ദിവസം വന്നിട്ട് കണ്ടായിരുന്നു. അന്ന് വന്ന ആൾക്കാർ ഭയങ്കര നല്ല ആൾക്കാരായിരുന്നു. കാരണം ഞാൻ അതിന് മുമ്പ് ഇവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് ആക്ച്വലി ഇങ്ങനെ രണ്ട് ചെക്കന്മാരെ അടിച്ചിട്ട് അവർ റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് പോലീസ് കേസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ, അതെന്തോ 10 വീട്ടിൽ ഹെൽമെറ്റ് എന്തോ അവർ എടുത്തിട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് അവനെ വിളിപ്പിച്ചിട്ട് തല്ലിയത്. ആക്ച്വലി കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നാണ്. ഇതിൽ പോകുമ്പോൾ അവരുടെ ഹെൽമെറ്റ് എടുത്ത് പുറത്ത് വെച്ചിട്ട് ഹെൽമെറ്റ് എടുത്തിട്ട് പോയി എന്ന് പറഞ്ഞിട്ടാണ് കംപ്ലൈന്റ്. അയാൾ നല്ല അടിച്ചു. ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടാണ് തിരിച്ചു കൊണ്ടുവന്നത്. അവർ പോയിട്ട് റിനെ മെഡിസിറ്റിയിൽ അഡ്മിറ്റായി പലതരത്തിൽ ഇയാൾക്ക് കോൾ വരുന്നുണ്ട്. നെക്സ്റ്റ് ഡേ ഇയാൾ ഒരു കട ഉദ്ഘാടനത്തിന് പോകാം. എനിക്ക് പേടി. ഞാൻ അന്ന് ഒരു 21 ഡേയ്സിന് റിനയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനാണ് വലിയ കഥ. അതൊക്കെ ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ബോറടിച്ചിട്ട് പോയല്ലോ. അപ്പോൾ അന്ന് ഞാൻ ലീവ് എടുത്തു. അന്ന് ലീവ് എടുത്തിട്ട് ഇതിന്റെ ഡോറിന്റെ അവിടെ ഞാൻ ഒട്ടിക്കാം. പുള്ളി ഈ എയർ ഗണ്ണ് അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ബോഡി പുള്ളി പേടിച്ചിട്ട്, അതുകൊണ്ട് ബ്ലാക്ക് കാറ്റിനൊക്കെ വിളിച്ച് വീണ്ടും വേറെ കുറച്ച് 2-3 ചെക്കന്മാരായിട്ട് പോകണം. കാരണം അടിച്ചാൽ നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് അടിച്ചിട്ടുണ്ട്. ഇവർ പിന്നെ എന്തെങ്കിലും കേസിന് പോകാൻ എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് എനിക്ക് പേടിയായിട്ട് പിന്നെ അവർ വന്നു അപ്പുറത്തെ വീട്ടുകാരോട് പറഞ്ഞു, ഡോർ പൊട്ടി അപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചിയോട് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് പേടി, ഇയാളെ വിളിച്ചിട്ട് കോൾ എടുത്തില്ല, അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് കോൾ എടുത്തില്ല. അങ്ങനെ ഇങ്ങനെ ഓൾറെഡി കുഴപ്പമുണ്ടെന്ന് അറിയാലോ. അപ്പോൾ ഭാര്യ ഒറ്റയ്ക്കാണല്ലോ. അതുപോലെ തന്നെ ബാക്കിലത്തെ ഡോർ ഗ്ലാസ് ഡോറാണ്. അത് അങ്ങനെ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ട്. ഓൾറെഡി ഇങ്ങനെ പ്രശ്നമുള്ള സമയത്ത് ഓൾറെഡി എനിക്ക് പേടിയുണ്ട്. ഇങ്ങനെ ഇരിക്കാൻ ഞാൻ മറ്റേ വേണ്ടെന്ന് പറഞ്ഞു. പുള്ളിയുടെ സെൽഫ് കെയർ നോക്കിയിട്ട് പോയി. ഇങ്ങനെ വിളിച്ചിട്ടില്ല, അസിസ്റ്റന്റിനെ വിളിച്ചിട്ടില്ല. പക്ഷേ ഇന്നെ കൊണ്ടുപോകാൻ പോകാനുള്ള കാര്യങ്ങൾ വേറെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാനോട് പറയില്ല, കുറച്ച് സസ്പെൻസുകൾ കിട്ടും, കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ അറിയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പുള്ളി അമ്മേനെ വിളിച്ചു. അമ്മേനെ വിളിച്ചപ്പോൾ പ്രാർത്ഥിക്ക്, ഓ മൈ ഗോഡ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു ഓക്കെ സ്റ്റേഷനിലേക്ക് വിളിക്കാൻ പറഞ്ഞു. അത് നല്ല കാര്യമായിരുന്നു. ഞാൻ സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോൾ അത് പറഞ്ഞു അവർ ആദ്യം ഇല്ല ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ഇവിടെ 2-3 ആഴ്ച ബെല്ലറിങ് ചെയ്യണം, ആദ്യം വാലിമ കൊട്ടി, എനിക്ക് പേടിയാവുണ്ട്, ആരാന്നറിയാൻ എനിക്ക് മാർഗില്ലാന്ന് പറഞ്ഞു. അപ്പോൾ അവർ വന്നു, നന്നായിട്ട് സംസാരിച്ചു. പക്ഷേ പോലീസ് വിളിച്ചപ്പോൾ ഫോൺ എടുത്തു, പുള്ളി പെട്ടെന്ന് എത്തി. അത് എങ്ങനെയാണ് പെട്ടെന്ന് എത്തിയെന്ന് എനിക്കറിയില്ല. അത് എൻ്റെ പോലെ എടുത്തില്ല പോലീസുകാർ സംസാരിക്കുന്നവരൊക്കെ. അത് ആ ഒരു സംഭവം കൂടി. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നത് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എന്താ വട്ടാണോ? ഞാൻ അപ്പോൾ ഇന്ന് ജീവന ഭയം തോന്നിയ സമയത്താണ് അന്ന് വിളിച്ചത്. ഇന്നും എനിക്ക് അടി കിട്ടിയിട്ട് ഇത് കണ്ടോളില്ല. അന്ന് കിട്ടിയത് ഈ ഫിസ്റ്റ് ചുറ്റിട്ടാണ് എന്റെ മുന്നിലേക്ക് അടി കിട്ടിയത്. മാത്രമല്ല കഴുത്ത് പിടിച്ച് എനിക്ക് വലിയ പിടിച്ച് നോക്കുക, മുടി പിടിച്ചിട്ട് വലിക്കുക, അങ്ങനത്തെ കുറേ പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്റെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി വിളിച്ചപ്പോൾ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി വിളിക്കാറുള്ളതല്ലേ പോലീസ് സ്റ്റേഷൻ. എനിക്കറിയില്ല നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ. പക്ഷേ എനിക്കറിയില്ല, ഞാൻ നമ്മുടെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണല്ലോ ഇതൊക്കെ. എനിക്ക് പല ഈ ചിന്തകളുടെ മാറ്റം വന്നത് ആ ഒരു ജീവിതത്തിൽ നിന്നാണ്. നമുക്ക് സാധാരണക്കാരായ ചിലപ്പോൾ ജസ്റ്റിസ് ഒന്നും കിട്ടിയെന്ന് വരില്ല എന്നുള്ളൊരു ബോധം വന്നത് അവിടുന്ന്. എന്നോട് അയാൾ വിളിച്ചിട്ട് ചോദിച്ചത് നിങ്ങൾ പല തവണയായിട്ട് പാലാരിവട്ടം സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഇതാണ് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടാണ്. എന്റെ ഭർത്താവ് എന്ന് എനിക്ക് വിളിക്കാവോ എനിക്കറിയില്ല. അദ്ദേഹത്തിനെ വിളിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല, പേടിച്ചിട്ട് വിളിച്ചതാണ്. വേറെ ഇതുണ്ടായിരുന്നില്ല. മുന്നേ അവരുടെ ഒരു കേസ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല. ഗുജറാത്തിലത്തെ പോലീസ് അടിപൊളിയാണ്. ഞാൻ എന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ശരിയാക്കാം. ഞാൻ ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ പീപ്പിളാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല, അതൊക്കെ നിങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾക്ക് ഇത് കേട്ടൊന്നും സഹിക്കാൻ പറ്റില്ല, നിങ്ങൾ ഈ പറഞ്ഞത് കേട്ടിട്ട് വന്നിട്ട്. പിന്നെ നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പോയിട്ട് 5, 6, 7 കല്യാണം കഴിക്കുക, ഒരു കുഴപ്പമില്ല. സിസ്റ്റർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്ക്, ഈ കേസ് പ്രൊസീഡ് ചെയ്യണമെങ്കിൽ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞാലും മതി എന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനത്തെ റെസ്പോൺസ് ഒന്നും കിട്ടിയില്ല സത്യമായിട്ട്. എനിക്കിതൊക്കെ എന്താണ് ഇതിന്റെ ആഫ്റ്റർ കോൺസിക്വൻസസ് എന്നറിയില്ല. ഞാനധികം കേസിന്റെ വീട്ടിൽ നിന്ന് അങ്ങനെ കേസുകളൊന്നും പോയിട്ടില്ല. എനിക്ക് എവിടുന്നാണ് സംരക്ഷണം കിട്ടുകയെന്നറിയില്ല. ഈ വീഡിയോ ഞാൻ ഇതിടുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല 58 മിനിറ്റിന്റെ വീഡിയോ ആയിരുന്നു 2 മിനിറ്റ് കഴിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഓരോ കമന്റ് വായിച്ചു വരുമ്പോൾ നമുക്ക് ഇമോഷനിൽ കുറച്ച് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ തെറ്റായി പോയോ എന്ന് എനിക്കറിയില്ല. കുറേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് അറിയില്ല, നിങ്ങൾ എനിക്ക് ബോധമില്ലാന്ന് പറഞ്ഞാൽ ബോധമില്ലാത്തക്കാരെ എങ്ങനെ വേണമെങ്കിലും ചെയ്യുന്ന കുഴപ്പമില്ല. ഓക്കെ, പിന്നെ ഈ ബോധമില്ലാത്തക്കാരനെ വിത്ത് കൺസെന്റ് ഓൾസോ എന്നിട്ടാണ് ഈ മറ്റേ പരിപാടി ചെയ്യുന്നത് ഒഫൻസ് ആണെന്ന് ഞാൻ ഫോറൻസിക്കിൽ പഠിച്ചോണേ. അപ്പോൾ നിങ്ങൾ ബോധമില്ലാന്നാണ് വിചാരിക്കണമെങ്കിൽ, ഐ മീൻ ബോധമില്ലാന്നാണ് നിങ്ങൾ പറഞ്ഞു വരണമെങ്കിൽ നിങ്ങൾ ബോധമില്ലാത്ത ഒരാളിനെ വിട്ട് മറ്റേ പരിപാടി ചെയ്ത പോലെ ആയിരിക്കും. എന്തായാലും വട്ടവർ എനിക്കിപ്പോൾ യാതൊരു പ്രതീക്ഷയില്ല എനിക്ക് നീതി കിട്ടുന്നു. കുറച്ച് ആൾക്കാർക്ക് ആദ്യം കുറച്ച് ആവേശമൊക്കെ ഉണ്ടായിരിക്കും. കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു. കുറേ ആൾക്കാർ പല രീതിയിൽ എൻ്റെ റിലേറ്റീവ്സോ ആരും ചെയ്യാത്ത പല സഹായങ്ങൾ പലരും വാക്കുകളാലും പല തരത്തിൽ എനിക്ക് ചെയ്തു തരുന്നുണ്ട്. താങ്ക് യു ഫ്രം മൈ ഹാർട്ട്, താങ്ക് യു പറയുന്നുണ്ട്. പക്ഷേ എല്ലാവരും കുറച്ച് കഴിഞ്ഞാൽ നിൽക്കും. അത് ഇതിനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ്. അത്ര ഇമ്പോർട്ടൻ്റ് കേസ് ഇപ്പോൾ നമ്മുടെ കേസല്ല. ആക്ച്വലി എനിക്ക് വിഷമം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല.
അതുപോലെ തന്നെ സന്തോഷം തോന്നുന്നു ഇത്ര ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത്. കുറേ യൂട്യൂബ് ചാനലുകൾ, കുറേ ആൾക്കാരോട് നന്ദി പറയാൻ തോന്നുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് ഈവൻ മെസ്സേജിൽ പറഞ്ഞാണ് എനിക്ക് എന്തെങ്കിലും പറ്റുമെന്ന് ആലോചിച്ച് അവരുടെ ഉറക്കം പോയിന്ന്. സത്യമായിട്ട് ഞാൻ ഇനി കൂടുതലൊന്നും പറ്റാതെ ഓൾറെഡി അത് ഞാൻ കൂടുതലൊക്കെ അനുഭവിച്ച് കഴിഞ്ഞു. സോ ഇപ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് മതിയായിട്ട് ചെയ്യണത്. അതായത് ഇനി എന്തായാലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ എന്നെ കൊന്നാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ എന്താ പറയുക, ഇനി പിന്നെ തുണിയില്ലാത്ത ചിത്രം ഇട്ടാലും കുഴപ്പമില്ല, ഞാനായിട്ട് കൂടിയിട്ട് ആ തുണിയില്ലാത്ത ചിത്രം നിങ്ങൾ ഉണ്ടാക്കിയിട്ടാലും എനിക്ക് കുഴപ്പമില്ല, എന്ത് തരത്തിൽ നിങ്ങൾ പറ്റിയിട്ട് പറഞ്ഞാലും കുഴപ്പമില്ല, ആ തരത്തിലാക്കി തന്നതാ. എനിക്ക് എത്രമാത്രം ഇഷ്ടമായിരുന്നു അറിയും. അത് നിങ്ങൾക്ക് അറിയില്ലാന്നൊന്നും പറയുന്നത്. എന്നിട്ട് എങ്ങനെ ഇതൊക്കെ പറയാൻ പറ്റുന്ന ആലോചിക്കുമ്പോൾ അത് ഞാൻ കുറേ കാലം എന്തെങ്കിലും ആവട്ടെ, ബൈ.